മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദമൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീകൃഷ്ണൻ തൻ്റെ ഹാസം നിറയുമനുപമ സുന്ദര ചുണ്ടിലെന്നും രാഗത്തിൻ തേൻ ചുരത്തും മധുരമുരളിയേ ഞാനിതാ കൈതൊഴുന്നേൻ. സൗകര്യം കിട്ടുമെങ്കിൽ ഭവതി മുരളികയൊന്നു നീ ചൊല്ലിടേണം. ഞാനാകുന്നൊരു ജന്മ പശുവിനുടെ കഥ നന്ദജൻ തൻ്റെ കാതിൽ. കൃഷ്ണൻ എന്നുടെ മാനസേ നിറയണം, കണ്ണീരുമാഞ്ഞിടണം. കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദമാം സമ്പത്തുമൈശ്വര്യവും. കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ, സ്നേഹിച്ചൊരാത്താതനും കൃഷ്ണൻ തന്നെ എനിക്കു. വിശ്വമഖിലം കൃഷ്ണ തൊഴുന്നേനഹം. സാഹിത്യം തീരെയില്ല, കഥകൾ പറയവേ സംശയം തീരുകില്ല. സംഗീതം തോന്നുകില്ല, കവിതയുണരുവാൻ സംസ്കൃതം തീരെയില്ല. എന്നിട്ടും നിന്റെ പുണ്യകഥകൾ പറയുവാനെത്തിയോരെൻ്റെ ഉള്ളിൽ വാക്കായി നീ തന്നെയെത്തൂ. പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ. ഇവിടെ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിൽ പറയുന്നത് പോലെ ഏത് ക്ഷേത്രത്തിലാണോ അല്ലെങ്കിൽ ഏത് ഗ്രഹത്തിലാണോ ഭാഗവതം നടക്കുന്നത്, ആ ഭാഗവതം നടക്കുന്നിടം ഒരു തീർത്ഥമായി മാറും എന്ന് പറയുന്നു. ഇവിടെ അത്തരത്തിലുള്ളൊരു തീർത്ഥത്തിൽ എത്തിച്ചേർന്ന പ്രതീതിയാണ്. ഒരുപാട് മഹാത്മാക്കൾ ഇവിടെ ഭഗവാന്റെ കഥകൾ പാടിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു. വലിയ ഭാഗ്യം. ഭഗവാനെ സദാ ആശ്രയിക്കുന്ന ഒരുപാട് ഭക്തന്മാർ, അതിൽ തന്നെ എൻ്റെ ഭാഗവത സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ കൂടുതലൊരു സുഖം ഉണ്ട്. ഇവിടെ വരുന്ന സമയത്ത് ഗുരുവായൂരിൽ നിന്നെത്തിയ കൃഷ്ണൻ ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം എന്നാണ് പറഞ്ഞത്.
ആ വൈകുണ്ഠമൂർത്തിയെ പൂജിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം, അതാണ് ഈ സത്രവേദിയിൽ എനിക്കിരിക്കാനുള്ള ഭാഗ്യമായിട്ട് തീർന്നത്. വലിയൊരു ഭാഗ്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഉള്ളവനും ഭഗവാൻ അത്തരത്തിലുള്ളൊരു അവസരം തന്നത്. ഇപ്പം ഇവിടെ വരുമ്പോൾ ആദ്യം ഗുരുവായൂരിനെ കുറിച്ച് പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ എന്ന് വിചാരിച്ചു. വിചിത്ര രൂപസ്തവ ഖല്ലു അനുഗ്രഹ എന്ന് പട്ടേരിപ്പാട് പറയുന്നത് പോലെ ഗുരുവായൂരപ്പൻ്റെ നിത്യനിദാനത്തെക്കുറിച്ച് 5 പതിറ്റാണ്ട് മുമ്പ് അച്ഛൻ എഴുതി, 2 പതിറ്റാണ്ട് മുമ്പ് ഞാനും എഴുതി. അപ്പം ഞാൻ എഴുതിയ വരികൾ അങ്ങനെയുണ്ടല്ലോ, ഒരു സ്വാർത്ഥത ഉണ്ടാവും എന്തൊക്കെയായാലും. അപ്പം ഞാൻ എഴുതിയത് ഇവിടെ പാടണം, ഇവിടെ ചൊല്ലണം എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഒരു സപ്താഹവേദിയിൽ നിന്ന് വരുന്ന തിരക്കിൽ ഞാൻ എഴുതിയ പുസ്തകം അവിടെ വെച്ചു. അച്ഛൻ എഴുതിയ പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഞാനതെങ്ങാനും കാറിലുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് കൃഷ്ണനെ പറഞ്ഞയച്ചത്. അപ്പോൾ കൃഷ്ണൻ പോയിട്ട് പറഞ്ഞു, കൃഷ്ണൻ എഴുതിയ പാട്ട് പാടിയാൽ മതി, അച്ഛൻ എഴുതിയത് മതി എന്ന് പറഞ്ഞു. സാക്ഷാൽ കൃഷ്ണനാണത് പറഞ്ഞത്. അച്ഛൻ്റെ ആ കീർത്തന സമാഹാരത്തിന് പൊന്നുഗുരുവായൂരപ്പൻ്റെ കാരുണ്യം നിറഞ്ഞ ആ പുസ്തകത്തിൽ അതിന് 3 മഹാത്മാക്കളാണ് അതിനുള്ള അവതാരിക എഴുതിയത്. അച്ഛൻ അതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഇതൊരു മഹാകവി പട്ടത്തിന് വേണ്ടിയൊന്നുമല്ല. ഇത് എഴുതിയ സമയത്ത് പറയാറുണ്ടല്ലോ, ശോകമുണ്ടാകുമ്പോഴാണ് ശ്ലോകം ഉണ്ടാവുക. ആ വേദനയിൽ നിന്നാണ് വേദസ്വരൂപിനെ കുറിച്ചൊക്കെ എഴുതാൻ തോന്നുക. അപ്പം അത് എഴുതി വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയെ സമീപിച്ചപ്പോൾ അദ്ദേഹം അതിനെ അവഗണിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം എന്നുള്ള രീതിയിൽ പിന്നീട് അതിന് അവതാരിക എഴുതിയത് ഭക്തിയും അതേപോലെ വിഭക്തിയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന മഹാശ്രേഷ്ഠന്മാരായിട്ടുള്ള 3 പേരെ കൊണ്ട് അതിന് അവതാരിക ഭഗവാൻ എഴുതിച്ചു. ആദ്യം അവഗണിച്ച ആൾ ആരുമാവട്ടെ, ഇതിനെ ആദരിച്ച ആള് ആദ്യം ഭക്തകവി സാക്ഷാൽ ആ മഹാകവി പി കുഞ്ഞിരാമൻ നായരാണ്. അതേപോലെ തന്നെ ഭാഗവതത്തിന് ആ വൃത്താനുവൃത്ത പരിഭാഷ എഴുതി മഹാകവിയായ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. പിന്നെ തൻ്റെ നാമസങ്കീർത്തനം കൊണ്ട് നാട് മുഴുവൻ തിരുനാമാചാര്യൻ എന്നറിഞ്ഞ സാക്ഷാൽ ആഞ്ഞം മാധവൻ നമ്പൂതിരിയാണ്. അപ്പോൾ ഇതിനപ്പുറം വേറെ എന്താ വേണ്ടത്? ഒരു സാഹിത്യകാരൻ്റെ കയ്യിൽ കൊടുത്തപ്പോഴാണ് അദ്ദേഹം ഇത് ഗ്രാമ്യം എന്ന് പറഞ്ഞ് തള്ളിയത്. എന്നാൽ പി കുഞ്ഞിരാമൻ നായർ അതിനെക്കുറിച്ച് പറയുന്നു, വെളുത്ത മുഖത്ത് കറുത്ത താടിയും തിളങ്ങുന്ന കണ്ണുകളുമുള്ള മേൽശാന്തി പ്രസാദം വാങ്ങാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഒന്ന് മേൽശാന്തി മാളികയിലേക്ക് വരണം, വലിയ കോണിയല്ലേ, സാരമില്ല, മെല്ലെ കയറി വരും. തിരക്കിൽ അദ്ദേഹം പറഞ്ഞു. ഭഗവാനെക്കുറിച്ച് ശ്ലോകം കുറിക്കാൻ തോന്നി പകർത്തി വെച്ചു. അച്ചടിക്കണമെന്നുണ്ട്, ഒരഭിപ്രായം വേണം, വരാം. കാലത്ത് കോണി കയറി ചെന്നു. ഉറപ്പും പിടിയുമുള്ള ഉരുക്കൊത്ത മരക്കോണി. കുഞ്ഞിരാമൻ നായരുടെ ഭാഷയുടെ സൗന്ദര്യം, ഭക്തിയുടെ ആ സൗരഭ്യമൊക്കെ ഇതിൽ കാണാൻ സാധിക്കും. ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നില്ല. ഞാൻ തന്നെ വായിച്ചു കേൾപ്പിക്കട്ടെ, വിഷമിക്കേണ്ട, ഞാൻ പോയി വായിച്ചു കൊള്ളാം. 5 മണിക്ക് വരാം, 5 മണി കാണാതെ കടന്നുപോയി. രാത്രി വരാം, രാത്രി മിണ്ടാതെ കടന്നുപോയി. രാത്രി വായിച്ചു നോക്കാം, കുറിപ്പെഴുതാം. വാടക മുറിയിൽ മിന്നാമിന്നു വിളക്ക്, വായിച്ചു, എഴുതിയില്ല. കാലത്തെഴുതാം, അസുഖം പിടികൂടി, ഉണർന്നില്ല. പെട്ടെന്ന് ആകെ ഒന്ന് വായിച്ചു നോക്കി, കുളിക്കാൻ തുടങ്ങി. വാതിലിൽ മുട്ട് അലക്കുകാരൻ, പിന്നെ വരൂ. കളഭം തൊട്ട ഓരോ ശ്ലോകവും മുഖത്തു നോക്കി ചോദിച്ചു, എന്നെ ഇഷ്ടമായോ? ചിലതിനോട് മിണ്ടിയില്ല, ചിലതിനോട് ചിരിച്ചു, ചിലതിനോട് തുറന്നു പറഞ്ഞു, ഉണ്ണി നമ്പൂതിരിയെ ഏറെ ഇഷ്ടമായി. ഗുരുവായൂർ മേശാന്തി എന്ന നിലയിൽ തീർത്ഥയാത്രക്കാർക്ക് തുളസി പോലെ സുഗന്ധമുള്ള ഏറെ ശ്ലോകങ്ങൾ ഇതിലുണ്ട്. സമ്പത്തേറെ അണഞ്ഞിടുന്ന സമയത്തെന്നെ പിഴപ്പിക്കുമ, സമ്പാദ്യത്തിനു വേണ്ടിയല്ല ഭഗവത് ധ്യാനം നടത്തുന്നു ഞാൻ,
സർവാലങ്കൃതനായ ബാലഹരിയെ കെട്ടിപ്പിടിച്ച് ഏറ്റവും സന്തോഷം വഴിയുന്ന ഭക്തിലഹരിക്കൊത്തൊന്നു കൂത്താടുവാൻ. ഈ സാത്വിക ചിന്താഗതി ഇതിലുടനീളം കസവിട്ടിട്ടുണ്ട്. കോവിലും ഹൃദയശ്രീ കോവിലും ഒന്നാക്കി തരണേ എന്ന് ഓരോ ശ്ലോകവും പ്രാർത്ഥിക്കുന്നു. ഇതിൽ പട്ടേരിയുടെ പൂന്താനത്തിൻ്റെ നനച്ചു തോരാനിട്ട നാടൻ കച്ചമുണ്ടിൻ്റെ കര കാണാം. ലോകമേ മായം, നിവേദ്യങ്ങളിലെ കഴിക്കുന്ന മായം മധുരമാക്കി അനുഭവിച്ചു കൊള്ളണമെന്ന് ഭഗവാനോട് അപേക്ഷിക്കുന്നൊരു ശ്ലോകമുണ്ട്. ഉള്ളിൽ തട്ടി വരുന്ന വരികൾ ഏറെയുണ്ട്. എഴുതി തഴക്കം വന്ന പഴയ നമ്പൂരി ശ്ലോകങ്ങളുടെ മണം ഇതിലുടനീളം കളിയാടുന്നുണ്ട്. ബ്രഹ്മാണ്ടം ക്ഷേത്രം, പിണ്ടാണ്ടം ക്ഷേത്രം, ജീവൻ മേശാന്തി, സംസ്കാരമാർജിച്ച മനസ്സും ബുദ്ധിയും പരികർമ്മികൾ, കർമ്മപരമ്പര, ഉദയാസ്തമന പൂജ. ഈ പൂജാമന്ത്രതന്ത്ര രഹസ്യമറിയുന്ന ഓരോ ജീവൻ്റെയും ഓരോ മേശാന്തിയുടെയും ഉൾവിളി ഈ ഭക്തി കാവ്യത്തിലുണ്ട്. പ്രിയപ്പെട്ട ലളിത ശ്ലോകങ്ങളെ, ഞാൻ തരുന്ന ഈ ചെറിയ ദക്ഷിണ മേശാന്തിവശം ഏൽപ്പിച്ചു കൊടുക്കണം എന്നാണ് അദ്ദേഹം എഴുതിയത്. അത് ഇവിടെ ഒന്ന് വായിക്കണം എന്ന് തോന്നി. അപ്പോൾ അനുഭവത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പൊന്തി വന്ന ചെന്താമരപ്പൂക്കളാണ് ഈ കവിതകൾ എന്നാണ് സാക്ഷാൽ അക്കിത്തം പറഞ്ഞത്. ഗുരുവായൂരപ്പനിൽ നിന്ന്, അഞ്ജനരൂപനായ ഗുരുവായൂരപ്പനിൽ നിന്ന് അമ്പാടിക്കണ്ണനെ അനുഭവിച്ച ഈ ഭക്തപൂജാരിയുടെ പ്രിയാനെ വയ്ക്കൂ, ഭക്തജനങ്ങൾ അത് സ്വയം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ ഈ മനോഹര സത്യം ഭാവിയുടെ കരകമലങ്ങളിൽ സാദരം സമർപ്പിച്ചുകൊള്ളുന്നു എന്ന് അക്കിത്തം. ഇങ്ങനെ ഈ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ അഞ്ഞം മാധവൻ നമ്പൂതിരി പറയുന്നത്, പൊന്നുഗുരുവായൂരപ്പൻ ശ്രീരാമാവിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ ഒരു പിടി വാരി വായിലിട്ടപ്പോൾ ദ്വിതീയാം ജഗ്ധുമാതതേ താവത് ശ്രീ ജഗൃഹേ ഹസ്തം എന്നാണ്. പക്ഷേ അച്ഛൻ്റെ കാര്യത്തിൽ രുക്മിണി ദേവി ചോറ്റാനിക്കരമ്മ കുറച്ചുകൂടി സൗകര്യം ചെയ്തു കൊടുത്തു എന്നാണ് അദ്ദേഹം തൻ്റെ വാക്കുകളിലൂടെ പറയണത്. കാരണം ചോറ്റാനിക്കരമ്മയെ മേശാന്തിയായി പൂജിക്കാൻ ലഭിച്ച ഭാഗ്യത്തിന് ശേഷമാണ് പൊന്നുഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായത്. അപ്പോൾ ആദ്യം 2 വട്ടം ചോറ്റാനിക്കരമ്മയുടെ മേശാന്തിയായി, പിന്നീട് ഗുരുവായൂരപ്പൻ്റെ മേശാന്തിയായി. ചോറ്റാനിക്കരമ്മയ്ക്ക് മതിയായില്ല, വീണ്ടും ചോറ്റാനിക്കരയിലേക്ക് വിളിച്ചു. അവിടെ പൂജകനായി 1 വർഷം. ഗുരുവായൂരപ്പൻ പറഞ്ഞു, അങ്ങനെ പറ്റില്ല, ഞാനിതാ വീണ്ടും കൊണ്ടുവരികയാണ്. ചോറ്റാനിക്കരമ്മ 3 വട്ടമാക്കിയില്ല, 2 വട്ടം ആദ്യം, ഞാൻ 1 വട്ടമല്ലേ ആക്കിയുള്ളൂ. അപ്പോഴേക്കും വീണ്ടും കൊണ്ടുപോയി മേശാന്തിയാക്കി. എന്നാൽ ഞാൻ ഇങ്ങോട്ട് വീണ്ടും കൊണ്ടുവരികയാണെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ചോറ്റാനിക്കരമ്മയുടെ അടുത്ത് നിന്ന് ഗുരുവായൂരപ്പൻ്റെ മേശാന്തിയായി. ചോറ്റാനിക്കരമ്മ വിടാൻ കൂട്ടാക്കിയില്ല, എന്നാൽ ഞാൻ വീണ്ടും കൊണ്ടുവരികയാണെന്ന് പറഞ്ഞു. അങ്ങനെ 4 വട്ടം. അപ്പോൾ ഭഗവാൻ 2 വട്ടമേ ആയുള്ളൂ. ഭഗവാൻ പറഞ്ഞു, ഇനി അങ്ങോട്ട് കൊണ്ടുപോകണ്ട, ഇവിടെ മാത്രം മതി പറഞ്ഞ് 3-മതും പിന്നെ 3 വർഷത്തിന് ശേഷം 4-മതും ഗുരുവായൂരപ്പൻ്റെ മേശാന്തി സ്ഥാനം അച്ഛന് കൊടുത്ത് അനുഗ്രഹിച്ചു. അപ്പോൾ ആ ഒരു കാരുണ്യം കൊണ്ട് മാത്രമാണ്, അച്ഛൻ്റെ പൂജ ഇഷ്ടപ്പെട്ടത് കൊണ്ടാവാം, ഒരു പക്ഷേ ഭൗതിക തിരക്കുകളിൽ ഓടി നടന്ന പത്രപ്രവർത്തകനായും കച്ചവടക്കാരനായൊക്കെയായി നടന്നിരുന്ന എന്നെ ഗുരുവായൂരപ്പൻ മേശാന്തിയാക്കിയത്. അത് കേട്ടപ്പോൾ അച്ഛൻ ആദ്യം എഴുതിയതുപോലെ ചിലർ അവര് അത്ഭുതത്തോടു കൂടി നോക്കി, വിചിത്ര രൂപസ്തവ ഖല്ലു അനുഗ്രഹ എന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഭഗവാന്റെ ലീലകളൊക്കെ തന്നെ. നമ്മൾ വിചാരിക്കാതിരിക്കുമ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവുക. ആ അനുഗ്രഹം അതേപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായപ്പോൾ അച്ഛന് ചിലയിടങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കഥയാണ്, എങ്കിലും അത് പറയണം എന്ന് തോന്നുന്നു. കാരണം അച്ഛൻ ആദ്യത്തെ തവണ മേൽശാന്തിയായപ്പോൾ ഒരു 10 ദിവസം ചെറിയമ്മ മരിച്ചതിൻ്റെ പുല വന്നതുകൊണ്ട് പൂജ കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ 182 ദിവസത്തിൽ 10 ദിവസം കുറവ്, 172 ദിവസമാണ് നിർമാല്യവും അത്താഴപൂജയൊക്കെ കഴിക്കാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് 2-മത് അച്ഛൻ വീണ്ടും മേശാന്തിയായി. 77 സെപ്റ്റംബർ 30 ആദ്യം മേശാന്തിയുടെ താക്കോലേറ്റു വാങ്ങിയതെങ്കിൽ പിന്നീട് 3 വർഷത്തിന് ശേഷം 1980 സെപ്റ്റംബർ 30 ഒരു തവണ അപേക്ഷിച്ചാൽ 2 വർഷം ഒരു തവണ കിട്ടിയാൽ 2 വർഷം കഴിഞ്ഞിട്ടേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 77 കിട്ടി, 3-മത്തെ വർഷം 80 കിട്ടി. അപ്പോൾ ആ വർഷം
30-ാം തീയതി നറുക്കെടുപ്പ്. അപ്പം അതുകൊണ്ട് നേരത്തെ നറുക്കെടുപ്പ് നടക്കും. സാധാരണ 12 ദിവസം മുമ്പ് വേണമെന്നാണ്. അന്ന് 30-ാം തീയതിയാണ് നറുക്കെടുപ്പ് നടന്നത്. അന്ന് മേശാന്തി ആകണില്ല എന്ന് പറഞ്ഞു അച്ഛൻ. 12 ദിവസത്തെ ഭജനം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. തന്ത്രി പറഞ്ഞു അവസാനത്തിൽ 12 ദിവസം കൂടുതൽ കിട്ടില്ല എന്ന് പറഞ്ഞു. അത് സാരമില്ല, ഭഗവാന്റെ സങ്കല്പമല്ലേ. ഞാനിങ്ങനെ ഭൗതികമായിട്ട് പല തിരക്കുകളിൽ നടക്കുന്ന ഒരാൾക്ക് എനിക്ക് മനസ്സിനൊരു ഉറപ്പ് വരാൻ 12 ദിവസം ഭജനം കഴിഞ്ഞിട്ടേ ഉള്ളൂ പറഞ്ഞു. അങ്ങനെ ഒക്ടോബർ 12-ാം തീയതിയാണ് അച്ഛൻ മേശാന്തിയായിട്ട് ചാർജ് എടുത്തത്. അങ്ങനെ ആദ്യത്തെ 2 വർഷങ്ങൾ 2 തവണ 22 ദിവസം പൂജ കഴിക്കാൻ സാധിക്കാതെ പോയി. ഭഗവാൻ അങ്ങനെ വിടുന്ന ആളല്ല. കണക്കെഴുത്തിൻ പ്രമാണി എന്നാണ് ഭഗവാനെ കുറിച്ച് പറയുക. 3-ാമത്തെ തവണ അച്ഛൻ മേശാന്തിയായി സെപ്റ്റംബർ 30-ാം തീയതി ഇതുപോലെ ഭജനം കഴിഞ്ഞ് ചാർജ് എടുത്തു. ഒക്ടോബർ 1-ാം തീയതി മുതൽ പൂജ ആരംഭിച്ചു. മാർച്ച് 31-ാം തീയതി തിരിച്ചു പോരണം. പക്ഷേ ഗുരുവായൂരപ്പൻ പോണ്ടെന്ന് പറഞ്ഞു. കാരണം പുതിയ മേശാന്തി വന്നിട്ടില്ല. ആരെയെങ്കിലും എൻ്റെ താക്കോൽ ഏൽപ്പിച്ചു പോണ്ട. അവിടെ പൂജകന്മാരായിട്ടുള്ള ഒതുക്കിയന്മാരൊക്കെ ഉണ്ട്. പക്ഷെ ഗുരുവായൂരപ്പൻ്റെ സങ്കല്പം മറ്റൊന്നായിരുന്നു. ഗുരുവായൂരപ്പൻ തന്ത്രി വഴി അച്ഛനോട് പറഞ്ഞു, നാളെ എന്തായാലും നട തുറക്കണം, ഏപ്രിൽ 1-ാം തീയതി നട തുറക്കണം, പിന്നീട് പുതിയ കമ്മിറ്റി വന്നിട്ട് ആലോചിച്ചിട്ടാവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഏപ്രിൽ 1-ാം തീയതി പതിവ് പോലെ ഒരു ദിവസം കൂടുതൽ ഭഗവാനെ ഭജിക്കാൻ കിട്ടിയ ഭാഗ്യത്തോടു കൂടി അച്ഛൻ നട തുറന്നു. ഉച്ചപൂജ കഴിഞ്ഞപ്പോഴേക്കും പുതിയ കമ്മിറ്റി ചാർജ് എടുത്തു. അവർ മേശാന്തിയോട് അപേക്ഷിച്ചു, അടുത്ത മേശാന്തി വരുന്നത് വരെ അങ്ങ് പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കണം എന്ന് അപേക്ഷിച്ചു. അപേക്ഷിക്കാനേ പറ്റുള്ളൂ. കാരണം 31-ാം തീയതി വരെയാണ് കച്ചീട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തേക്കണത്. ആ അപേക്ഷ ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ അച്ഛൻ അത് ഒപ്പിട്ട് തിരിച്ച് ഓഫീസിലേക്ക് അയച്ചു. അങ്ങനെ ആ കമ്മിറ്റി 10-ാം തീയതി പുതിയ മേശാന്തിയുടെ നറുക്കെടുപ്പ് നടത്താൻ തീരുമാനിച്ചു. 10-ാം തീയതി പുതിയ മേശാന്തി വന്നു. അദ്ദേഹത്തിന് 12 ദിവസത്തെ ഭജനം, 22-ാം തീയതി അത്താഴപൂജ കഴിഞ്ഞ് തൃപ്പുകയും കഴിഞ്ഞ് പുതിയ മേശാന്തിക്ക് ആ താക്കോല് തിരിച്ചേൽപ്പിച്ചു പോരുമ്പോൾ അച്ഛന് മനസ്സിലായി ആദ്യം പോയ 10ഉം പിന്നത്തെ 12ഉം ചേർന്നാണ് 22 എന്ന്. 21-മല്ല 23-മല്ല. ഇതാണ് ഭഗവാന്റെ കൃത്യത എന്ന് പറയുന്നത്. സത്യസ്വരൂപനാണ്, കൃത്യമാണ് അല്ലേ. നിത്യം ആശ്രയിച്ചാൽ ഭഗവാൻ അങ്ങനെ അനുഗ്രഹങ്ങൾ തരും. അങ്ങനെ 3-ാമത്തെ തവണ കഴിഞ്ഞ് 4-ാമത്തെ തവണ അച്ഛന് ഒരു പക്ഷേ നമുക്കൊക്കെ അങ്ങനെ വിചാരിക്കാനല്ലേ പറ്റുള്ളൂ, നമുക്ക് അനുഭവങ്ങളിലൂടെയാണല്ലോ. അപ്പോൾ ഏപ്രിൽ 14-ാം തീയതി വിഷുവിന് കണിയൊരുക്കുക മേശാന്തിയാണ്. 2 മണിക്ക് മേശാന്തി അന്ന് 2 മണി 2:30 നട തുറക്കും. അപ്പോൾ ആ മേശാന്തി നട തുറന്ന് ഭഗവാനെ കണി കാണിച്ച് ഭഗവാന്റെ കയ്യിൽ കൈനീട്ടം കൊടുക്കാനുള്ളൊരു ഭാഗ്യമുണ്ട് ഓരോ മേശാന്തിക്കും ആ സമയത്ത് മേശാന്തി സ്ഥാനം. അപ്പം അച്ഛൻ ആദ്യമായി കൈനീട്ടം കൊടുത്തപ്പോൾ പിന്നത്തെ തവണ കൈനീട്ടം തരാൻ മൂർക്കന്നൂർ തന്നെ വരണം എന്ന് ഭഗവാൻ തീരുമാനിച്ചു. അതുകൊണ്ട് 4-ാമത്തെ തവണ ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള ആ കാലഘട്ടത്തിലും പൂജ കഴിക്കാൻ സാധിച്ചു. അപ്പോൾ അന്ന് അച്ഛൻ കൊടുത്ത കൈനീട്ടത്തിൻ്റെ ആ സന്തോഷം ഗുരുവായൂരപ്പൻ എനിക്കും തന്നു. എനിക്ക് 2 വട്ടവും ഈ വിഷുക്കാലത്താണ് ഭഗവാൻ പൂജ ചെയ്യാനുള്ള അവസരം തന്നത്. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കും. 183 ദിവസമാണ് ഒരു മേശാന്തിക്ക് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ 30 വരെ. ഈ 183-ഉം 183-ഉം 366 ദിവസങ്ങൾ. ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ദിവസങ്ങൾ അതാണ്. ഒരു പക്ഷേ ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, വല്ലാതെ വിയർത്ത് തളർന്നിട്ടുണ്ടാവും. പക്ഷേ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ അതാണ്. ആ 366 ദിവസവും ഒരു ദിവസം പോലും കാലിടറാതെ, ഒരു ജലദോഷം പോലും വരാതെ അവിടെ ഭഗവാൻ കാത്ത് കാലത്തെ നിർമാല്യവും അതേപോലെ അത്താഴപൂജയും അതെല്ലാ ദിവസവും മേശാന്തി തന്നെയാണ് നടത്തുക. ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിൽ ഉച്ചപൂജ ഓദിക്കന്മാരാണ് നടത്തുക. അപ്പം എല്ലാ ദിവസവും ഉച്ചപൂജ നടത്താൻ മേശാന്തിക്ക് സാധിക്കില്ല. പക്ഷേ നട തുറക്കാനും ഭഗവാന് അത്താഴപൂജ സമർപ്പിക്കാനുമുള്ള ഭാഗ്യം അത് മേശാന്തിക്ക് മാത്രമുള്ളതാണ്. മേശാന്തിക്ക് എന്തെങ്കിലും വയ്യായ വന്നാലാണ് മറ്റുള്ളവർ വരിക. അങ്ങനെ വയ്യായിക വരാതെ
ഭഗവാൻ കാത്തു. ഇങ്ങനെ എന്നെ കൊണ്ടു നടന്നൊരു കാരുണ്യക്കാമ്പെ എങ്ങനെയടിയൻ നിന്നെ മറക്കും ഗുരുവായൂരപ്പ എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്കൊക്കെ സാധാരണ അറിയാം, ഒരു ചെറുതായിട്ടൊന്ന് തലവേർത്താൽ ജലദോഷം വരും, അല്ലേ, ശബ്ദം പോവും. പക്ഷേ അവിടെ വിയർക്കാതൊരു നിമിഷം പോലും ഇല്ല. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, കാരണം ഉച്ചപൂജ കഴിയുന്നത് വരെ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ വല്ലാത്ത ഒരു വിഷമം, ദാഹം, വെള്ളം കുടിക്കണം എന്ന് തോന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചും കൊണ്ട് പറയാറ്, വെള്ളം കുടിപ്പിക്കാതിരിക്കണം എന്നാണ് തോന്നാറ്. ഭഗവാൻ വെള്ളം കുടിപ്പിക്കാൻ തീരുമാനിച്ചാൽ കഷ്ടത്തിലാവും, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഉച്ചപൂജ കഴിയുന്നത് വരെ യാതൊരു പ്രശ്നവുമില്ല. ചില അമ്മമാർ കുട്ടികൾക്ക് വേണ്ടി പരിചരണം ചെയ്ത് എല്ലാം കഴിഞ്ഞ് അവർ കിടന്നുറങ്ങുമ്പോൾ അവർക്കുള്ള ഭക്ഷണം, ഉച്ചഭക്ഷണം കൂടി കൊടുത്തു കഴിയുമ്പോഴാണ് അമ്മ ആലോചിക്കുക, ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന്. ഇതേപോലെയാണ് ഓരോ മേശാന്തിയും. ഉച്ചപൂജ കഴിഞ്ഞ് ഭഗവാനെ ചന്ദനച്ചാർത്ത് അണിയിച്ച് അതിനുശേഷം ആ മുഖമണ്ഡപത്തിൽ വന്ന് ഭഗവാന്റെ ആടിയെണ്ണയും തീർത്ഥവും സേവിച്ച് കഴിയുമ്പോഴേക്കും വിശപ്പ് തുടങ്ങും. കാലത്ത് അല്ലെങ്കിൽ തലേ ദിവസം രാത്രി ഒരു തുള്ളി വെള്ളം കഴിച്ച് പിന്നേക്ക് ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയോളം നീണ്ടു നിൽക്കുന്ന ആ സബരിയിൽ ഒരിക്കലും ഭഗവാൻ അങ്ങനെ തോന്നിപ്പിക്കില്ല എന്നുള്ളതാണ്. ഇതാണ് ഭഗവാന്റെ കാരുണ്യം. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ. അങ്ങനെ 1977 ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായ സമയത്ത് അച്ഛൻ എഴുതിയ, അല്ലെങ്കിൽ ആ ഓർമ്മകളിൽ അച്ഛൻ എഴുതിയ മാനസപൂജ എന്ന ആ ഭാഗം കൂടി ചൊല്ലി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയാണ് വേണ്ടത്, അല്ലേ? പക്ഷേ ഭഗവാന്റെ വിഷയമാണെങ്കിൽ ആ വിഷയവും വിഷം പോലെ ആവില്ല, വലിയ നന്മയായിട്ട് നമ്മളിലേക്ക് വരും. അതുകൊണ്ട് ഭഗവാന്റെ കഥകൾ വിഷയമായാൽ ആ വിഷയവും നല്ലതാണ്, അല്ലേ? അപ്പോൾ ആ വരികൾ പാടാം. കാലത്ത് നിർമാല്യം മുതൽ തൃപ്പുക വരെയുള്ള രംഗങ്ങളെ അനുസ്മരിക്കുന്നതാണത്. ആദ്യമായി അച്ഛൻ മേശാന്തിയായപ്പോൾ തന്ത്രിയുമായിട്ടുള്ള അഭിമുഖം കഴിഞ്ഞ് നറുക്കെടുപ്പ് നടക്കുന്നതിന് മുമ്പേ ജീവിത പ്രാരാബ്ധങ്ങളുള്ള അച്ഛൻ നറുക്കെടുപ്പിന് അവിടെ കാത്തു നിന്നില്ല. അച്ഛൻ നേരെ ചാലക്കുടിക്ക് വന്നു. ചാലക്കുടിയിൽ വന്ന് ഞങ്ങൾക്ക് അന്നൊരു വൈദ്യശാല ഉണ്ടായിരുന്നു. ആ വൈദ്യശാലയിൽ വൈദ്യരത്നത്തിൻ്റെ ഏജൻസി അവിടെ വന്ന് ഇരിക്കുന്ന സമയത്താണ് പോസ്റ്റ്മാൻ വന്ന് ആ ടെലിഗ്രാം കൊടുക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ ഒരു കീഴ്ശാന്തിയാണ് ടെലിഗ്രാം അയച്ചത്. ഗുരുവായൂരപ്പൻ ചൂസ് യു എന്നാണ് ആ ഇതിലെഴുതിയിരുന്നത്. ഇന്നത്തെ പോലെയുള്ള ഫോൺ സൗകര്യമൊന്നുമില്ല. അതേപോലെ എന്നെയും ഗുരുവായൂരപ്പൻ മേശാന്തിയായി തിരഞ്ഞെടുത്തു എന്നുള്ളത് മറ്റൊരു കീഴ്ശാന്തി വഴിയാണ് അറിയിച്ചത്. കിഴക്കേ ഗോപുരദ്വാരത്തിൽ നാമം ജപിച്ചുകൊണ്ടിരുന്ന എനിക്ക്, കാലത്ത് 2 മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വന്ന എനിക്ക്, ഉച്ചപൂജ കഴിഞ്ഞ് പുതിയ മേശാന്തിയെ തിരഞ്ഞെടുക്കുക എന്നുള്ള രീതി 2007 പൊന്നുഗുരുവായൂരപ്പനൊന്ന് മാറ്റി. ഉച്ചപൂജ വരെ കാത്തിരിക്കാൻ വയ്യ എന്ന് ഭഗവാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് പന്തീരടി പൂജ കഴിഞ്ഞ സമയത്ത് നറുക്കെടുത്തത്. ആരും അറിഞ്ഞില്ല. ചില ആളുകളൊക്കെ മേശാന്തി ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത ആളുകളൊക്കെ അകത്തുണ്ടായിരുന്നു എന്നല്ലാതെ ഞാൻ അറിഞ്ഞില്ല. ഞാൻ പുറത്തിരുന്ന് നാമം ജപിക്കുമ്പോഴാണ് തിരുവാലൂര് വാസുണ്ണിയേട്ടൻ, നിങ്ങളൊക്കെ ഇപ്പോൾ ചന്ദനച്ചാർത്തിൻ്റെ കഥ നിങ്ങളെ അറിയിക്കുന്ന ശ്രീകുമാരേട്ടനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പം അദ്ദേഹത്തിൻ്റെ ഏട്ടനാണ് എന്നെ വന്ന് വിളിക്കണത്. എന്താ ഇവിടെ ഇരിക്കണത്, അകത്തേക്ക് ചൊല്ലൂ, ഗുരുവായൂരപ്പൻ തിരഞ്ഞെടുത്തു, അങ്ങാണ് അടുത്ത മേശാന്തി എന്ന് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി നമ്മൾ പറയാറില്ലേ, സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ നമ്മൾ സാഹിത്യത്തിലൊക്കെ എഴുതും. അത് അനുഭവവേദ്യമായി. അങ്ങനെ കാലത്ത് 2 മണിക്കൂർ വരി നിന്ന എന്നെ ഉച്ചപൂജയായപ്പോഴേക്കും പൊന്നുഗുരുവായൂരപ്പൻ 2 കാവക്കാരുടെ അകമ്പടിയോടുകൂടി തൊഴാനായിട്ട് അങ്ങോട്ട് എത്തിച്ചു. അത് കഴിഞ്ഞ് ആ ഭഗവാനെ തൊഴുത് നമസ്കരിച്ച് തിരിച്ച് വരുമ്പോഴേക്കും അവിടെ ആ ഉച്ചഭാഷിണിയിൽ അറിയിപ്പ് വന്നു, അടുത്ത മേശാന്തിയായി മുർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പിന്നെയുള്ള നിമിഷങ്ങൾ അതൊക്കെ എത്ര പറഞ്ഞാലും തീരാത്തതാണ്. പലപ്പോഴും തോന്നാറുണ്ട്, ഇത് തന്നെയാണല്ലോ ഞാൻ എല്ലാ ദിക്കിലും പറയണത് എന്ന്. ഇതല്ലാതെ പിന്നെ എന്താണ് പറയുക എന്നുള്ളത് മറ്റൊരു സത്യം. അപ്പം അച്ഛൻ്റെ ആ വരികൾ ഇവിടെ ചൊല്ലാം. വാതാലയത്തിലമരുന്ന ജഗന്നിവാസ മേശാന്തി എന്ന
പദവിക്കൊരു ചീട്ടു നേടി ഞാനെന്ന കാര്യമറിയിച്ചൊരു കമ്പി കണ്ടു വട്ടം കറങ്ങി മനമൊട്ടു ഭ്രമിച്ചു പോയി. പാലാഴിനാഥനിവനെ ബഹുധന്യനാക്കി പൂജാരിയാക്കി അഭിനന്ദനമെന്ന കമ്പി ശ്രീകൃഷ്ണ ഭക്തനിവനുറ്റ സുഹൃത്തയച്ച സന്ദേശമാണു കളവല്ലതു സത്യമത്രേ. പൂരൂവനത്തിലമരുന്നൊരു സാധുഗേഹം യാഗാദി കർമ്മ പരിശുദ്ധി നിറഞ്ഞൊരില്ലം കൃഷ്ണാഖ്യനെന്നിൽ അലിവാർന്നൊരു വാതനാഥൻ കഷ്ണിപ്പു തീർത്തു തരുമെന്നതിലില്ല പക്ഷം. കർമ്മം പിഴക്കിൽ അടിയോടെ മലച്ചു പോകുമെന്നുള്ളതോർത്തു പതറുന്ന മനസ്സിലപ്പോൾ കർമാധിപന്റെ ചെറുതായൊരു ദൃഷ്ടിയാലൻ മർമ്മത്തിനേറ്റ ഭയമൊക്കെ ഒളിച്ചുപോയി. കാലത്തെണീറ്റു കുളിയെന്നിവയും കഴിഞ്ഞു കംസാരിയായ ഭഗവാന്റെ നടക്കലെത്തി. മൂന്നിനു തന്നെ നടവാതിൽ തുറന്ന നേരം ഊറിത്തെളിഞ്ഞ കരുണാമൃതമെന്നെ മുക്കി. മങ്ങും വിളക്കിനൊരു മട്ടു പ്രകാശമേറ്റി പൊങ്ങുന്ന നാമലഹരിക്കൊരു തീ കൊടുത്തു. എങ്ങും നിറഞ്ഞ കരുണാകര നിൻ പദത്തിൻ ചങ്ങാതിയെന്ന പദമെത്ര കൊതിച്ചു ലോകം. പൂജാരിയാക്കി അരികത്തൊരു ദിവ്യപീഠം പൂജാരിമാർക്കു വിരവോടെ ഇരിക്കുവാനും പൂജാതിമന്ത്രം ഉപദേശമഹോ ലഭിച്ചു. തന്ത്രിക്കു മുമ്പിലിവനന്നു നമസ്കരിച്ചു. നിർമാല്യമൊക്കെ വിധി പോലെ എടുത്തു മാറ്റി നീരറ്റ തൈലമവിടുത്തെ നിറം തെളിച്ചു. നെന്മേനിവാക തടവിക്കഴുകുമ്പോഴേക്കും നിന്മേനിയൻ മിഴിയിലഞ്ജന കാന്തി ചേർത്തു. വെള്ളം നിറച്ച കുടമേന്തിയടുത്ത നേരത്തുള്ളിൽ തെളിഞ്ഞ പല മട്ടു വിചാരമെല്ലാം വെള്ളത്തിലായി. കരുണാകര പൂർണ്ണ കുംഭം പൊള്ളിച്ച മാറ്റിവനിൽ കുളിരേറ്റിടുന്നു. ശംഖാഭിഷേകമൊരുപാടു കഴിച്ച ശേഷം കുംഭാഭിഷേകമകതാരിലെ ദുഃഖഭാരം ഭോഷ്കാക്കിടുന്നു. ദുരിതങ്ങൾ ഒളിച്ചിടുന്നു. ഭേരീരവം തിരുനടക്കലുയർന്നിടുന്നു. കണ്ണന്നു പ്രാതൽ ഇനിയാരുമടുത്തു വയ്യ. വട്ടങ്ങളേറെയതു കണ്ടു കൊതിച്ചുകൂടാ. ചട്ടങ്ങളുണ്ട് പതിവിൻ പടിയുന്നുമെന്നും ശാന്തി വന്നു തിരുവാതിലടച്ചിടുന്നു. നല്ലൊരു വെണ്ണ മലരുണ്ട പഴുത്ത മാങ്ങ മാധുര്യമാർന്ന നറുശർക്കര പഞ്ചസാര വാതാലയേശ സവിധത്തിലൊരുക്കി വെച്ചു. നൈവേദ്യമേകി പല മട്ടിലലങ്കരിച്ചു. പൊന്നിൻ കിരീടമരയിൽ ചെറുപട്ടുകോണം പൊന്നിൽ പണിഞ്ഞ പലമാതിരി രത്നമാല പൊൻപാതുകങ്ങളിടയിൽ കരയുള്ള പട്ടും പാരിന്നു ശോഭ പകരുന്നൊരു ബാലവേഷം. പൊൻതാമരച്ചുരുളുകൊണ്ടു പൊതിഞ്ഞു ഞാനാ ചെന്താമരാക്ഷനഴകേറ്റുവനെന്ന പോലെ. എന്തിന്നിതൊക്കെ അഴകിങ്ങു പകർന്നെടുത്ത ചെന്താമരേ മതിയറിഞ്ഞു തവാഭിലാഷം. നാലോടടുത്ത സമയത്തു വിളക്കിനാലാ നാരായണന്റെ തിരുമേനി തെളിഞ്ഞു കണ്ടു. നാമം മുഴക്കി ചിലതൊക്കെ മറന്ന മട്ടിലാനന്ദമൂർച്ഛയിലമർന്നിതു ഭക്തരെല്ലാം. രണ്ടാമതും പതിവുപോലുഷനേദ്യമായി
നൈപ്പായസത്തിനവിടുന്നു വിളിക്കയല്ലീ കാതഞ്ചരക്കിലമറേത്തിനൊരുക്കി വയ്ക്കും പാൽപ്പായസത്തിനി എത്ര കഴിഞ്ഞിടേണം. കാലത്തു പൂജ വിധി പോലെ നടന്ന ശേഷം അമ്പാടി ബാലനൊരു മട്ടുപുറത്തിറങ്ങും. അമ്പാരിയുണ്ട്, ഗജകേസരിയുണ്ട്, മേളതാളത്തിനൊത്തു തലയാട്ടി രസിക്കുപോരും. പന്തീരടിക്കു നവകങ്ങളൊരുക്കി വയ്ക്കാനോദിക്കനെത്തി അഭിഷേകവുമുണ്ടു വേറെ. അദിവ്യതീർത്ഥമൊരു തുള്ളി അകത്തു ചെന്നാൽ അന്നേ പറക്കും അവനുള്ളിലെ ദുഃഖമെല്ലാം. പന്തീരടിക്കു സമമായൊരു പൂജയുണ്ടോ? പാലാഴിനാഥനിനിയുണ്ടൊരു വേഷമാറ്റം. പാലിൽ കുളിച്ചു നിറമൊട്ടു വെളുത്തുവെന്നു ഭാവിക്കുമീശ. ഇവനാർത്തി വെളുക്കുവാനും പത്തോടടുത്ത സമയത്തിവനെത്തി. കണ്ണൻ അത്യാദരത്തിലൊരു പൂജ നടത്തുവാനായി നേരായ വണ്ണം അഭിവാദ്യവുമാചരിച്ചു. സൗരഭ്യമാർന്ന നറുചന്ദനവർണ്ണനാക്കി. ഒന്നുണ്ടു കാര്യം, ഒരു മട്ടിലലങ്കരിപ്പാൻ എന്നുള്ളിലാശ. അതുപോലെ അലങ്കരിക്കാൻ പറ്റില്ല. വേഗമതു മാറ്റി അവൻ്റെ ഇച്ഛയ്ക്കൊത്തോരു വണ്ണമഴകേറ്റണമെന്നു ശാഠ്യം. തൃക്കയ്യു നാലും ഒരുപോലെ അലങ്കരിച്ചു. നൽപട്ടു ചാർത്തി നിറമുള്ള കിരീടമേകി തൃക്കാലിലിട്ട തളയൊന്നു കിലുക്കി ബാലൻ നൃത്തം ചവിട്ടുമിവിടം ബഹുകേളിരംഗം. തൃക്കണ്ണു നീട്ടി മഷിയിട്ടൊരു ജാരഭാവം. തൃക്കൈയിൽ വെണ്ണ തെളിയുന്ന കിശോരഭാവം. തൃക്കാൽക്കലെത്തുമഗതിക്കൊരു രക്ഷിഭാവം. തൃച്ചേവടിക്കുമിഴിവുറ്റ വിഭിന്നഭാവം. ഉച്ചയ്ക്കു നേദ്യം അഖിലാണ്ട ബുഭുക്ഷുവിനതൊപ്പിച്ച മട്ടിൽ അധികം ധൃതി കാട്ടിയാലോ ഊക്കാർന്നു കേൾക്കും ഒരു ഘോഷം. അതിൻ്റെ അർത്ഥം പുണ്യാഹമെന്നൊരറിയിപ്പ് വരുന്നു പിന്നിൽ. ഊണിന്നു ചിട്ട ലഘുഭക്ഷണമെന്നു വേണ്ട. തൂണിൽ ചെരിഞ്ഞു തലചായ്ക്കുവതിന്നുകൂടി സാധിച്ചിടാത്തൊരിടമെങ്കിലും എൻ്റെ ദേഹം ക്ഷീണിച്ചതില്ല. കരുണാകര നിൻ കരുത്താൽ. നാരായണേതി മുതിരുന്നൊരു സ്നേഹപാനം. നാരായണന്റെ കഥയെന്ന രസായനങ്ങൾ. നാരായണന്റെ തിരുമേനിയിലേറ്റ തൈലസാരാംശമെൻ്റെ വിഷമങ്ങളകറ്റി നിത്യം. നേരത്തിനെന്നുമൊരുപോലെ ഒരുക്കിടുന്ന ചായയ്ക്കു താമസമൊരിത്തിരി വന്നു പോയാൽ ഭാര്യയ്ക്കു നേരെ അപരാധശരങ്ങൾ ഞാൻ ഭാവിക്കുമെൻ്റെ പശിയൊക്കെ ഒളിച്ചുപോയി. ശ്രീശങ്കരൻ്റെ അഭിലാഷമതേ പഠിക്കും കാക്കുന്ന മട്ടിൽ ഇവിടുത്തെ വിശിഷ്ട പൂജ ഇന്നും ശരിക്കു വിധിയാമ്പടിയാചരിക്കും. ശ്രീകോവിലിന്നു വളരെ പണി വേറെയുണ്ടോ? ചങ്ങാതിമാരെ അരികത്തു വിളിച്ചിരുത്തി പങ്ങിപ്പരുങ്ങി അറയൊന്നിലൊളിച്ച നേരം പൊങ്ങുന്നു നീണ്ട മണിഘോഷം. അതേ ക്ഷണത്തിലങ്ങോട്ടു ചാടും അഴകേറിയ ബാലരൂപൻ. കയ്യൊന്നു നീട്ടി പശിയാലൊരു ദീനഭാവം കാണിച്ചു. തൻ്റെ വയറൊട്ടിയ മട്ടിലാക്കി കിട്ടുന്നതൊക്കെ രുചി നോക്കി ഒളിച്ചു വെച്ചു കൂട്ടിന്നു വന്ന കൊതിരാമരയൊക്കെയൂട്ടും. വാതാലയത്തിൽ വഴിപാടിനടച്ചിടുന്നോരത്താഴമാകിലതിനിന്നു ലഭിച്ച പുണ്യം. നന്ദാത്മജന്നു മതിയാക്കിയ പുണ്യമല്ല. വൃന്ദാവനത്തിൽ ഒരുപാടു കിടാങ്ങളില്ലേ? 5 മുമ്പ്
പതിവിൻപടി സന്നിധാന സോപാനമേറി മണികൊട്ടി തുറന്നു വാതിൽ സായാഹ്നവേളയറിയുന്ന കിശോരനപ്പോൾ സന്തോഷമോടു വിരവോടെ പുറത്തിറങ്ങും. ആറായി നേരം ഇനി എന്തിനു താമസിപ്പു, ആനന്ദരൂപനിനിയുണ്ടൊരു ദീപമാല്യം, മുല്ലയ്ക്കു തുല്യമഴകേറിയ ദീപനാളം കത്തിച്ചൊഴിഞ്ഞു മിഴിനീരിലിവൻ കുളിച്ചു. അത്താഴമൂട്ടി നറുനെയ്യു വിളക്കു താഴ്ത്തി ശീവേലി കൊട്ടി ഗജകേസരി താണു നിന്നു. ആനക്കഴുത്തിലഴകേറിയ വാതനാഥൻ അമ്പാരിയോടെ അമരുന്നതു കണ്ടു ലോകം. പത്തിനു തന്നെ പതിവിൻപടി തൃപ്പുകയ്ക്കു 10,000 ഒരുപോലെ തിരക്കി നിന്നു. ഉൾത്താപമൊക്കെ ഒരുമാതിരി ധൂമമാക്കി സത്യസ്വരൂപൻ അരയാലിലയിൽ ശയിപ്പു പൂട്ടുന്നു കോവിൽ. ഇനി ആരുമകത്തു വയ്യാ കൃഷ്ണാട്ടമുണ്ട്, ഹിതമെങ്കിലതാസ്വദിക്കാം. പിന്നത്തെ 3 മട്ടു കുളിച്ചു വന്നു നിർമാല്യരൂപം അകതാരിലെടുത്തുകൊള്ളു. ഈ വണ്ണമുള്ള മരുതാലയ നിത്യപൂജക്കീയുള്ളവന്റെ കരതാരിനു ഭാഗ്യമേകി 6 മാസം ഒരുപോലെ മുടക്കമില്ലാതാറും നടത്തിവനെ ബഹുധന്യനാക്കി. സ്വന്തം ബലത്തിൽ ഒരു പൂജ കഴിക്കുവാനുമാളായിടാത്തൊരുവനിൽ ബലമേകിയോനി ശേഷിപ്പു മോഹം. ഇനിയുള്ള ദിനങ്ങൾ നിന്റെ വേഷം സ്മരിച്ചു കഥനത്തിനൊരന്ത്യമേകാൻ നിന്നാമം ജപിച്ചു കഥനത്തിനൊരന്ത്യമേകാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇവിടെ അനുസ്മരിക്കാൻ പറഞ്ഞിരിക്കുന്ന വിഷയം 2 കഥകളാണ്. ഒന്ന് ദക്ഷയാഗമാണ്, മറ്റൊന്ന് ധ്രുവചരിത്രമാണ്. ഈ 2 കഥകൾ കേൾക്കാത്ത ആരും തന്നെ ഇതിലുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഭാഗവത സംസ്കാരമുള്ള ഒരു തീർത്ഥത്തിലാണ് ഈ വനമാലീയം എന്ന വളരെ വിശേഷമായിട്ടുള്ള സത്രം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഭാഗവതം ഒരു ചൂണ്ടുവലകയായി നിന്ന് ചോദിക്കുകയാണ്, ഇതിലാരാണ് ആവേണ്ടത്? ദക്ഷനാവണോ ധ്രുവനാവണോ എന്ന് ചോദിക്കുകയാണ്. ദക്ഷനാവാനാണ് എളുപ്പം, ധ്രുവനാകാൻ അത്ര എളുപ്പമല്ല. അഹങ്കാരം വരാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അലങ്കാരമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ ഭജിക്കുക വളരെ ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ഒരു ധ്രുവ സംസ്കാരമുള്ള ഒരു സപ്താഹ സത്രവേദിയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അഹങ്കാരമില്ലാത്ത, ദക്ഷചിന്തയില്ലാത്ത ഈ സത്രം ഭഗവൽ സമർപ്പണമാണ് എന്ന് കരുതുന്ന ഒരുപാട് ഭക്തന്മാരുടെ, അതിന് നേതൃത്വം നൽകുന്ന ഈ കുടുംബത്തിൻ്റെ, കൂടുമ്പോഴാണ് ഇമ്പം, അതാണ് കുടുംബം എന്ന് പറയുന്ന ആ ഭാഗവത കുടുംബത്തിലിരുന്നു കൊണ്ട് ഈ കഥകളെ അനുസ്മരിക്കുമ്പോൾ ദക്ഷൻ്റെ കഥയല്ല നമ്മൾ കൂടുതൽ പറയേണ്ടത്, ധ്രുവൻ്റെ കഥയാണെന്ന് തോന്നുന്നു. എങ്കിലും ദക്ഷൻ്റെ കഥ പറഞ്ഞാലേ ധ്രുവൻ്റെ കഥയുടെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുള്ളൂ.
മഹാദേവനെ അപമാനിക്കാൻ വേണ്ടി ഒരു യജ്ഞം, ദംഭയജ്ഞം നടത്തുന്ന ആളുകളെ പ്രത്യേകമായിട്ടുള്ള നരകത്തിൽ കൊണ്ടുപോയിടും എന്ന് പറയാറുണ്ട്. നമ്മുടെ അഹങ്കാരം, ഗർവ് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഭഗവാനുള്ള സമർപ്പണമായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ദക്ഷന്റെ യാഗത്തിന് ഹരനെ ക്ഷണിച്ചിട്ടില്ല എന്ന് വന്നപ്പോൾ ഹരിയും യാഗത്തിന് പോയില്ല, ബാക്കി എല്ലാവരും പോയി ആളുകൾക്കൊക്കെ വീരഭദ്ര പെരുമാളുടെ എന്ന ആവശ്യത്തിന് കിട്ടുകയും ചെയ്തു. പിന്നീട് മഹാദേവന്റെ അടുത്തേക്ക് വരാൻ തോന്നിയുള്ളൂ. അപ്പം അടി കിട്ടുമ്പോഴാണ് നമുക്ക് മഹാദേവനെ കുറിച്ചുള്ള ഓർമ്മ വരിക. ദക്ഷന് അഹങ്കാരത്തിന്റെ തലപ്പൊക്കം ആവോളം ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ആളുകൾ ആദരവ് നൽകുമ്പോൾ നമുക്ക് അഹങ്കാരം ഉണ്ടാവാൻ വളരെ എളുപ്പമാണ്. നമ്മളിങ്ങനെ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നാൽ നമ്മുടെ ഉള്ളിൽ തോന്നുകയായി ഞാൻ ഇവരിൽ നിന്നൊക്കെ എത്രയോ മുകളിലാണ് എന്ന് തോന്നും. അപ്പൊ അഹങ്കാരത്തിന്റെ തലപ്പൊക്കം ഇല്ലാതെയാവണം. ഗുരുവായൂരപ്പൻ അത് ഓരോ മേശാന്തിമാരോടും പറയാറുമുണ്ട്. കാരണം ഭഗവാന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ തല താഴണം. ആദ്യം തല താഴ്ന്നാലേ മേശാന്തിയാവാൻ സാധിക്കുള്ളൂ. അത് കഴിഞ്ഞ് മേശാന്തി ആയിക്കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക്, ആ പാതാളാഞ്ജനശിലയുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ തല ആവോളം താഴ്ത്തണം. നമ്മൾ ക്ഷേത്രങ്ങളൊക്കെ, കേരളീയ ക്ഷേത്രങ്ങളുടെയൊക്കെ ഒരു സംസ്കാരം തന്നെ അതാണ്, തല താഴണം എന്നാണ്. അതല്ലെങ്കിൽ തലയിടിക്കും, ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയോ വലിയ പ്രാസാദങ്ങൾ, എത്രയോ വലിയ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചാലും ഗർഭഗൃഹത്തിൻ്റെ വാതിൽ വളരെ ചെറുതായിരിക്കും. അവിടേക്ക് തല കുനിച്ചേ അകത്തേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും ഗുരുവായൂരപ്പൻ്റെ നിറപുത്തരിയുടെ അന്നൊക്കെ മേശാന്തി നമസ്കരിച്ചും കൊണ്ട് അകത്തേക്ക് കിടക്കേണ്ട അവസ്ഥ വരും. കാരണം തോളത്ത് ആ നെൽക്കതിരിങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് തല നല്ലോണം താഴണം ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ. അപ്പൊ ദക്ഷൻ അങ്ങനെയല്ല, തലപ്പൊക്കം കാണിച്ചു എന്നാണ്. ധാതുരതിലാളനയാന്നാണ് പട്ടേരിപ്പാട് പറയണത്. നമ്മൾ കുട്ടികളെ വേണ്ട പോലെ ശിക്ഷിച്ചു വളർത്തിയില്ലെങ്കിൽ അപകടം ഉണ്ടാവും. അതിലാളന കാണിച്ചാൽ അപകടം ഉണ്ടാവും. അത് ദക്ഷന്റെ കാര്യത്തിൽ സമർത്ഥനാണ് ആള്, പക്ഷേ സാമർഥ്യം കുറച്ച് കൂടിപ്പോയി. നമ്മൾ ഗ്രാമ്യ ഭാഷയിൽ കളിയാക്കി പറയാറുണ്ട് അല്ലേ, കഴിവ് ഏറരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായി തീരും, കഴിവേറി എന്ന് വിളിക്കും ആളുകൾ. അങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ആളാണ് ഈ ദക്ഷൻ. അതുകൊണ്ടാണ് തന്നെ സത്രത്തിന് വന്ന എല്ലാവരും ആദരിച്ചപ്പോൾ തൻ്റെ പിതാവായിരിക്കുന്ന ബ്രഹ്മാവ് എഴുന്നേറ്റില്ല പോട്ടെ, പക്ഷെ തന്നെ പിതാവായിട്ട് കണക്കാക്കേണ്ടുന്ന ശിവൻ എഴുന്നേൽക്കാതെ വന്നപ്പോൾ ദേഷ്യം വന്നതും ശപിച്ചതും നിനക്കെനി രുദ്രഭാഗം യജ്ഞഭാഗമില്ലാതെയായി പോട്ടെ എന്ന് ശപിച്ചതും. ശാപം കേട്ടിട്ട് ഭഗവാൻ ഒരു കുലുക്കൊണ്ടായില്ല. പക്ഷേ ഭഗവാന്റെ വാഹനമായ നന്ദികേശ്വരന് നന്ദികേട് കാണിച്ചാൽ നന്ദികേശ്വരൻ പൊറുക്കില്ല അല്ലേ. അപ്പോ നന്ദികേശ്വരൻ എന്ത് പറഞ്ഞു, നീ ഇങ്ങനെ മേ 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 ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, അതുകൊണ്ടല്ലേ നിനക്ക് ഈ അഹങ്കാരം. അതുകൊണ്ട് അതേപോലെ ജീവിക്കാൻ ഇടവരട്ടെ. മേ മേ എന്ന് കരയണത് ആടാണ് അല്ലേ, ആടിനെ പോലെ ജീവിക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു. പിന്നീടാണ് ബൃഹസ്പതി സവം എന്ന ഗംഭീരമായിട്ടുള്ള യജ്ഞം നടത്താനായിട്ട് തീരുമാനിച്ചത്. യജ്ഞത്തിന്റെ ലക്ഷ്യം എന്താ? സാധാരണ രീതിയിൽ യജ്ഞത്തിന്റെ ലക്ഷ്യം എന്താ? ലോകാ സമസ്താ സുഖിനോ ഭവന്തു, സർവേ ഭവന്തു സുഖിന, സ്വസ്ത്യസ്തു വിശ്വസ്യ. ഇതായിരിക്കണം ഓരോ യജ്ഞത്തിൻ്റെയും ലക്ഷ്യം. എന്നാൽ ദക്ഷന്റെ യജ്ഞത്തിന്റെ ലക്ഷ്യം മഹാദേവനെ അപമാനിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവരെയും ക്ഷണിച്ചാലും അവിടെ ശിവനെ ക്ഷണിക്കരുത്. എൻ്റെ മകളുണ്ട് അവിടെ എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും അവിടെ പോയി കത്ത് കൊടുത്താൽ വിവരമറിയുന്ന പറഞ്ഞത്. അവിടെ ക്ഷണം നടത്തി എന്നറിഞ്ഞാൽ തൽക്ഷണം അവൻ്റെ ക്ഷണനം ഞാൻ നടത്തുമെന്നാണ്, അവനെ ഞാൻ ഇല്ലാതെയാക്കുന്നതാണ് ദക്ഷന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് 15 പെൺകുട്ടികളുടെ മക്കളുടെ അടുത്തും പ്രത്യേകം ക്ഷണം. സതിക്ക് മാത്രം ക്ഷണമില്ല. സതിക്ക് വല്ലാത്ത വിഷമായി. എങ്കിലും സതി സ്വയം സമാധാനിച്ചു, അച്ഛൻ തിരക്ക് കാരണം വിട്ടുപോയതാവും. അതുകൊണ്ട് മഹാദേവനോട് ചോദിച്ചപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഞാൻ ഏതായാലും വരുന്നില്ല അല്ലേ. എല്ലാം അറിയുന്ന ആളെ വിജ്ഞാതാർത്ഥോപി ഭഗവാൻ, എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാൻ എല്ലാം അറിയാം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ദേവി പോകാതിരിക്കുകയാണ് നല്ലത്. കാരണം അവിടെ ദക്ഷപുത്രി എന്നുള്ള ആ വാത്സല്യം അവിടെ ഉണ്ടാവില്ല, മറിച്ച് മഹാദേവന്റെ പത്നി എന്നുള്ള രീതിയിലാണ് കാണുക. അതുകൊണ്ട് തന്നെ ശിവപത്നി, അത് അശിവപത്നിയായിട്ടാണ് കാണുക.
അപ്പം അതുകൊണ്ട് പോകാതിരിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞു. ദേവിക്ക് നിർബന്ധം എങ്കിൽ പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ നന്ദികേശ്വരൻ്റെ പുറത്ത് കയറി ഭൂതഗണങ്ങളോടുകൂടി ദേവി അവിടെ എത്തിയപ്പോൾ അമ്മയും സഹോദരിമാരുണ്ട്. എത്ര കാലമായി കണ്ടിട്ട്. അവര് അടുത്തേക്ക് വരാൻ പുറപ്പെടുമ്പോഴേക്കും അഹങ്കാരത്തിൻ്റെ ആ ദക്ഷഭാവം ആവോളം കണ്ടു ആ ദേവി. സതീദേവി നോക്കുമ്പോൾ അമ്മയെയും തൻ്റെ സഹോദരിമാരെയും തൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കണില്ല എന്ന് മാത്രമല്ല, തികഞ്ഞ അവഗണനയോടുകൂടി ക്ഷണിക്കാത്ത ദിക്കിൽ നിനക്ക് വരാൻ നാണമാവില്ലേ എന്നുള്ള രീതിയിൽ രൂക്ഷമായി നോക്കുന്ന അച്ഛൻ്റെ മുഖഭാവം കണ്ടപ്പോൾ ആ മനസ്സ് വല്ലാതെ വേദനിച്ചു. എന്നാൽ അതിനേക്കാൾ വേദനിച്ചത് എന്താ? മഹാദേവനെ യജ്ഞഭാഗം വെച്ചിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ശിവ എന്ന രണ്ടക്ഷരം അറിയാതെ ജപിക്കുന്നവന് പോലും മുക്തി നൽകുന്ന ആ ഭഗവാനെയാണ് ഇവിടെ അപമാനിച്ചിരിക്കുന്നത്. യൽ ദ്വക്ഷരം നാമഗിരേരിതം നൃണാം സകൃൽപ്രസംഗാദഘമാശു ഹന്തി തൽ. എല്ലാ പാപങ്ങളും തീരും. മംഗളമൂർത്തിയായിരിക്കുന്ന ആ മഹാദേവനെ ഇവിടെ അപമാനിച്ചിരിക്കുന്നു. ഇത് സഹിക്കാൻ പറ്റിയില്ല. സത്യത്തിൽ എന്താണ് ഈ സമയത്ത് ചെയ്യേണ്ടത്? തൻ്റെ മുമ്പിൽ 3 വഴികളാണുള്ളത്. സതീദേവി ആലോചിച്ചു. ഒന്ന്, ഇതൊക്കെ ചെയ്യുന്ന അച്ഛൻ്റെ നാവ് പിഴുതെറിയുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത്. അത് സാധിക്കില്ല. അച്ഛനാണ് അല്ലേ, തനിക്ക് ജന്മം തന്ന ആളാണ്. അപ്പം അതുകൊണ്ട് അത് സാധിക്കില്ല. പിന്നെ മറ്റൊന്ന് സാധിക്കുന്നത്, താൻ എവിടുന്നാണോ വന്നത് ആ ശിവപാദങ്ങളെ തന്നെ ശരണം പ്രാപിക്കുക. ലോകം മുഴുവൻ ഭവാനീവ ഭവം പ്രഭും പതിമിംഗിത കോവിദ എന്നൊക്കെ തൻ്റെ പരിചരണത്തെക്കുറിച്ച് പറയാറുണ്ട്. മഹാദേവനെ താൻ പരിചരിക്കുന്നതാണത്രേ ഭാര്യമാര് ഭർത്താക്കന്മാരെ പരിചരിക്കുന്നതിനുള്ള മാതൃക. അപ്പൊ ഇനി പരിചരിക്കാൻ ചെന്നാൽ തനിക്ക് പരിചരിക്കാൻ സാധിക്കില്ല. കാരണം തൻ്റെ ഈ ശരീരമാകുന്ന കൂവളത്തില ദക്ഷന്റെ പുത്രിയാണ് എന്ന പുഴുക്കുത്തേറ്റ് അത് പൂജയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത കൂവളത്തിലയായി മാറി, വില്ലുപത്രമായി മാറി. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാം? 3ാമത്തെ വഴിയാണ്. അത് ഭഗവാന്റെ പാദങ്ങളെ മനസ്സിൽ വിചാരിച്ചും കൊണ്ട് ഈ ദേഹം അങ്ങോട്ട് ഉപേക്ഷിക്കുക. ദക്ഷൻ നൽകിയ ഔദാര്യമായിട്ടുള്ള ഈ ദേഹം ഇനി തനിക്ക് വേണ്ട എന്ന് ദേവി ഉറപ്പിച്ചു. തതസ്വഭർത്തുശ്ചരണാംബുജാസവം ജഗദ്ഗുരോശ്ചിന്തയതി നചാപരം ദദർശദേഹോ ഹതകൽമഷസതി സദ്യ പ്രജ്വാല സമാധിജാഗ്നിന. യോഗശക്തി കൊണ്ട് അഗ്നി ജ്വലിപ്പിച്ച് അതിൽ എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നതാണ് അഗ്നി. തൻ്റെ ഈ വില്ലുപത്രം ഭഗവാന്റെ പൂജയ്ക്ക് ഇനി യോജിച്ചതല്ലെങ്കിലും അഗ്നിയിലേക്ക് ഇത് സമർപ്പിച്ചു കഴിഞ്ഞാൽ, അത് ഭസ്മമായി കഴിഞ്ഞാൽ ഭസ്മവിലേപിതനായിരിക്കുന്ന ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവും എന്ന് കരുതിയിട്ടോ എന്തോ ദേവി തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചു. ഭൂതഗണങ്ങൾ യുദ്ധത്തിനായി വന്നു. അവരെ ഋഭുക്കൾ എന്നറിയപ്പെടുന്ന ആ ദേവന്മാരെ അടിച്ചു ഓടിച്ചു. പിന്നീടാണ് നാരദ മഹർഷിയിൽ നിന്നും വിവരമറിഞ്ഞു. തൻ്റെ പ്രിയപത്നി അഗ്നിജ്വാലകളിൽ ദാ വെന്തുരുകി എന്നങ്ങനെ മനസ്സിലായപ്പോൾ മഹാദേവൻ തന്നെ അപമാനിച്ചപ്പോൾ ലവലേശം കൂസലില്ലാതിരുന്ന ഭഗവാന് ഇപ്പതാ ദക്ഷന്റെ ദർപ്പത്തെ ഇല്ലാതെയാക്കണം എന്ന തോന്നല് വന്നു. ആ ഭഗവാൻ ദക്ഷിണാമൂർത്തി തൻ്റെ മുടിയിൽ നിന്ന് ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു. തതോതികായസ്തനുവാ സ്പൃശന്തിവം സഹസ്രബാഹുർ ഘനരുക്തൃസൂര്യദൃക്ക്. ഭഗവാന്റെ പുരുഷസൂക്തത്തിലാണ് 1000 കൈകൾ എന്ന് പറയുക. അതേപോലെ തന്നെ നിരവധി കൈകളോടുകൂടി ആ വീരഭദ്ര പെരുമാൾ ഇങ്ങനെ നിന്നു. കരാളദംഷ്ട്രോജ്വലദഗ്നിമൂർധജ കപാലമാലി വിവിധോദ്യതായുധ തം കിം കരോമീതി. ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ഭഗവാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ദക്ഷന്റെ യാഗം നശിപ്പിച്ചിട്ട് വരാൻ പറഞ്ഞു. കാലനെ കുത്തിക്കോർത്ത തൻ്റെ തൃശൂലം കയ്യിലങ്ങടെ ഏൽപ്പിച്ചു. അത് എടുത്തും കൊണ്ട് അട്ടഹസിച്ചും കൊണ്ട് ആ വീരഭദ്ര പെരുമാള് ശിവഭൂതഗണങ്ങളോടുകൂടി ഇറങ്ങിച്ചെന്നു. അവിടെ ചെന്നു പത്നീശാലയില് ആ സ്ത്രീകളെ മുഴുവൻ പേടിപ്പിച്ചോടിച്ചു. ഋത്തുക്കളെ നല്ല പോലെ അടിച്ചു. ദേവന്മാർക്കും ആവോളം പൊതിരെ തല്ല് കിട്ടി. മഹാദേവനെ കളിയാക്കി ചിരിച്ച് താടി തടവി നിന്നിരുന്ന ഭൃഗു മഹർഷിയോട്
ആ ഭൃഗു മഹർഷി ചെയ്ത പ്രവൃത്തി, നമുക്ക് ഈശ്വരൻ ഓരോന്ന് തരുന്നത് ഭഗവാന് സമർപ്പണം ചെയ്യാനാണ്, ഭഗവാനെ കളിയാക്കാനല്ല. അപ്പൊ കളിയാക്കി താടി തടവി ആ മഹാദേവനെ നോക്കി ചിരിച്ച ഭൃഗു മഹർഷിയുടെ താടി രോമങ്ങൾ പറിച്ചെടുത്തു, പൂഷാവിന്റെ പല്ലുകൾ കൊഴിച്ചു, ഭഗന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. എല്ലാം വേണ്ടതുപോലെ ആ താൻ നിരന്തരം ചെയ്യുന്ന കാര്യങ്ങൾ അതിന് അതേപോലെയുള്ള മറുപടി ഈശ്വരന് കിട്ടും. വീരഭദ്രൻ അങ്ങനെ തന്നെയാ ചെയ്തത്. പിന്നെ അഹങ്കാരത്തിന്റെ ദക്ഷശിരസ് മുറിച്ചെടുത്ത് നേരെ അഗ്നിയിൽ ഹോമിച്ചു. എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്ന അഗ്നി ദക്ഷന്റെ ആ തലയെയും തൻ്റെ വിശേഷമായിട്ടുള്ള ഭക്ഷണമാക്കി മാറ്റി. രുദ്രഭാഗം കൽപ്പിച്ചില്ല. ഇപ്പോ ആ തല ദാ അഗ്നിക്ക് സമർപ്പിക്കപ്പെട്ടു. പിന്നീട് ദാ അവിടെയുള്ള നെയ്യ് മുഴുവൻ വീരഭദ്ര പെരുമാള് ആ ഗുണ്ടത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുവന്ന് ഒഴിച്ചു. അതോടുകൂടി ആളിക്കത്തി എല്ലാം അഗ്നിക്ക് സമർപ്പിച്ചു. അഗ്നയെ ഇതം നമമ എന്ന് പറഞ്ഞ് വീരഭദ്ര പെരുമാൾ തിരിച്ചു വന്ന് തൃശൂലം മഹാദേവന്റെ കാക്കൽ വെച്ച് നമസ്കരിച്ചു. അപ്പോഴാണ് മഹാദേവൻ ശംഭോ രുദ്ര മഹാദേവ ശങ്കര രുദ്ര മഹാദേവ എന്നിങ്ങനെ ഉറക്ക കേൾക്കണു. കൈലാസത്തിന്റെ മുകളിൽ തൻ്റെ ശിഷ്യന്മാർക്ക് തർക്കമുദ്രയോടുകൂടി വേണ്ട ഉപദേശങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാൻ അകലേ നിന്ന് അച്ഛനും ദേവന്മാരും വരുന്നത് കണ്ടു. മഹാദേവൻ ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്നാണല്ലോ ഉണ്ടായത്. ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ ദേവന്മാർ ഓടി വന്നു ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ആരോടും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വൈരമൊന്നുമില്ല, പക്ഷേ ദക്ഷന്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കുക. ഭഗവാൻ പറഞ്ഞില്ലേ, നമേ ഭക്ത പ്രണശ്യതി എന്ന് പറഞ്ഞില്ലേ, എൻ്റെ ഭക്തന് എന്തെങ്കിലും ഒരു ദോഷം വന്നാൽ ഞാൻ അതിന് തീർച്ചയായും മറുപടി പറയും എന്ന് കാണിക്കുകയാണ്. ബ്രഹ്മാവ് പറഞ്ഞു, ഇനി യാഗങ്ങളിൽ ബാക്കി വരുന്നത് മുഴുവൻ രുദ്രഭാഗമായിട്ട് കൽപ്പിച്ചേക്കണു എന്ന് പറഞ്ഞു. അങ്ങ് വന്ന് അങ്ങയുടെ വാഹനമായ നന്ദികേശന്റെ ആ ശാപത്തെ സത്യമാക്കാൻ അവിടേക്ക് വരണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ മഹാദേവൻ, ബ്രഹ്മാവ്, അതേപോലെ ദേവന്മാരൊക്കെ കൂടി വീണ്ടും ആ യാഗശാലയിലേക്ക് എത്തി. എല്ലായിടവും ദാ അഗ്നി വിഴുങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഭഗവത് സങ്കല്പം അറിയുന്നത് പോലെ ആ ദക്ഷന്റെ കബന്ധം മാത്രം അവിടെ കിടക്കുന്നുണ്ട്. ആടിന്റെ തല കൊണ്ടുവന്ന് ദക്ഷന്റെ കബന്ധത്തിൽ ആ മൃതദേഹത്തിൽ പിടിപ്പിച്ചതോടുകൂടി ദക്ഷൻ എഴുന്നേറ്റ് സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ ഹരനെ സ്തുതിച്ചു തുടങ്ങി ദക്ഷൻ. ദക്ഷന് ആ രണ്ട് നിലയ്ക്കും ഭഗവാന്റെ കാരുണ്യം ആലോചിക്കുമ്പോൾ ആനന്ദ കണ്ണീര് വരുന്നുണ്ട്. അതേപോലെ തന്നെ തൻ്റെ മകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ തൻ്റെ അഹങ്കാരം കൊണ്ടല്ലേ അവള് അഗ്നിക്കിരയായത്. ഭൂയാനനുഗ്രഹ അഹോ ഭവതാ കൃതോ മേ ദണ്ഡസ്ത്വയാ മയി ധൃതോ യദഭിപ്രലബ്ധ ന ബ്രഹ്മബന്ധുഷു ച വാം ഭഗവന്നവജ്ഞാതുഭ്യം ഹരേശ്ച കുത ഏവ ധൃതവ്രതേഷു എന്ന രീതിയിൽ ആ മഹാദേവനെ അങ്ങനെ സ്തുതിച്ചു തുടങ്ങിയപ്പോ, ഭഗവാനെ സ്തുതിച്ചാൽ അല്ലേ ഹരനും ഹരിയും രണ്ടല്ല എന്ന് കാണിച്ചുകൊണ്ട് തഥാ പ്രാദുരഭൂധരി ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു, അനുഗ്രഹിച്ചു എല്ലാവരെയും. അതിസുന്ദരമായ ഭഗവാന്റെ രൂപം കണ്ടു. ഹരിയും ഹരനും ബ്രഹ്മാവും അങ്ങനെ ചേർന്ന് നിൽക്കണു. ദക്ഷനും ഋത്വിക്കുകളും സദസ്യരും സാക്ഷാൽ മഹാദേവനും ഭൃഗുവും ബ്രഹ്മാവും ദേവേന്ദ്രനും ഋഷികളും സിദ്ധന്മാരും ലോകപാലന്മാരും യോഗേശ്വരന്മാരും മാറി മാറി ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ സ്തുതിയൊക്കെ കേട്ട് സന്തോഷിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെയും മഹാദേവനെയും വേറെ കാണാൻ പാടില്ല. ഈ ലോകത്ത് ഒന്നേ ഉള്ളൂ സത്യമായിട്ടുള്ളത്. അതാണ് ദക്ഷയാഗം നമുക്ക് മറ്റൊരു കാര്യം പഠിപ്പിക്കണത്. ചില കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ശൈവന്മാര് വിഷ്ണുവിനെ ഭജിക്കില്ല, വിഷ്ണുവിൻ്റെ ഭക്തന്മാര് ശിവനെ ഭജിക്കില്ല. പക്ഷേ മഹാദേവനോട് പ്രാർത്ഥിക്കണത്, ആ ഭക്തശിരോമണി വാഴകുന്ന എന്താ പ്രാർത്ഥിക്കണത്? ഹരശങ്കര ശിവശങ്കര ദുരിതം കള ശിവനേ ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴി വരണേ എന്നാണ്. ഏറ്റവും സന്തോഷം മഹാദേവന് ആ ഭഗവാനിൽ ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചാൽ, ഭഗവാനോ വൈഷ്ണവാനാം യഥാശംഭൂ എന്നാണ്. തൻ്റെ ഭക്തന്മാരിൽ മഹാദേവന് പ്രഥമസ്ഥാനം ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ദാ സന്തോഷമായി
ദക്ഷൻ ഭഗവാനെ സ്തുതിച്ചു, കാക്കൽ വീണ് നമസ്കരിച്ചു. അവിടുന്ന് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി എന്നും പറയുന്നു. ആ സതീദേവി പിന്നീട് ഹിമവൽ പുത്രിയായി, ഹൈമവതിയായി, പാർവതിയായി, പശുപതിയെ തൻ്റെ പതിയായി സ്വീകരിച്ചു. പിന്നീട് ജഗതപിതരൗ വന്ദേ പാർവതി പരമേശ്വരൗ പാർവതീപതി രമേശ്വരൗ എന്ന് പറയാറുണ്ട്. അങ്ങനെ ഹരിയുടെയും ഹരന്റെയും കാരുണ്യത്തിൻ്റെ കഥയാണ് ദക്ഷയാഗം. അതേപോലെ തന്നെ ഒരു 5 വയസ്സുകാരൻ, ആ ഉണ്ണിയുടെ ചെറിയ മോഹം, അതിന് പ്രതിബന്ധങ്ങളുണ്ടായപ്പോൾ അത് വലിയൊരു സ്വപ്നതുല്യമായ, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തുള്ള മനോരഥത്തെ സാധിക്കുന്നൊരവസ്ഥയിലേക്ക് ഭഗവത് ഭജനം എത്തിച്ചു എന്നാണ്. അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കുക എന്നുള്ള ചെറിയൊരു ആഗ്രഹം ഉണ്ണിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അച്ഛൻ്റെ മടിയിലിരിക്കാൻ പോയപ്പോൾ സുരുചി എന്ന ആ രണ്ടാനമ്മയുടെ ക്രൂരവാക്കുകൾ അത് കേട്ടപ്പോൾ ആ ഉണ്ണിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. എന്നാൽ സുരുചിയുടെ വാക്കിനെ അംഗീകരിക്കുന്ന സുനീതിയുടെ ധർമ്മബോധത്തെയാണ് നമ്മൾ വീണ് നമസ്കരിക്കേണ്ടത്. ഇത്തരം അമ്മമാരാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമാക്കി മാറ്റണത്. ഒരിക്കലും പറഞ്ഞില്ല ഉണ്ണിയെ ആ ചെറിയമ്മ ചീത്ത പറഞ്ഞത് എന്ന് ചിന്തിക്കാനേ പാടില്ല എന്നാ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നവരാവണം അച്ഛനമ്മമാര്. അല്ലാതെ ദക്ഷന്റെ അച്ഛനായ ബ്രഹ്മാവിനെ പോലെ ധാതുരതിലാളനയ അധികം ലാളിക്കല്ല വേണ്ടത്. വേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഉണ്ണി വിചാരിക്കണത് സുരുചി ചെറിയമ്മ ചീത്ത പറഞ്ഞു എന്നല്ലേ. എന്താ ചെറിയമ്മ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണി പറഞ്ഞു, തപസാരാധ്യ പുരുഷം, ഭഗവാനെ ഭജിക്കണം എന്നല്ലേ പറഞ്ഞത്. അതെങ്ങനെയാ ചീത്തയാവുക ഉണ്ണി? അതാണ് ലോകത്തിലെ ഏറ്റവും നല്ലത്. ഉണ്ണിയുടെ അച്ഛൻ ഉത്താനപാദന് ഈ രാജ്യാധികാരം കിട്ടാൻ എന്താ കാരണം? മുത്തച്ഛനായ സ്വയംഭൂമനുവിന്, മുതുമുത്തച്ഛനായ ആ ബ്രഹ്മാവിന് പാരമേഷ്ഠ്യ പദവി ലഭിച്ചതൊക്കെ ആ ഭഗവാനെ ആശ്രയിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കണം എന്ന് പറയുന്നത് എങ്ങനെയാണ്? മോശം വാക്കാവുക ഏറ്റവും നല്ലതാണെന്നാണ്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ കുട്ടികളൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന നിലയിലേക്കല്ല, അതിനും അപ്പുറത്തേക്ക് എത്തും. എല്ലാവർക്കും ആഗ്രഹം എന്താ? കുട്ടികളൊക്കെ സ്റ്റാർ ആവണം എന്നാണ്, സൂപ്പർ സ്റ്റാർ ആവണം എന്നാണ്. ധ്രുവനാണ് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് സ്റ്റാറായി മാറിയ ഏറ്റവും വലിയ ഭക്തൻ, അല്ലേ? ഇന്നും നമുക്ക് കാണാം ഭക്തിയുടെ ആ വെള്ളിത്തിളക്കമായി ആകാശവീതിയിൽ ധ്രുവ നക്ഷത്രം മിന്നിത്തിളങ്ങുന്നുണ്ടെങ്കിൽ അതിന് ഏക കാരണം ആ അമ്മയാണ്, ആ അമ്മയുടെ നന്മ നിറഞ്ഞ മനസ്സാണ്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. എല്ലാത്തിലും നല്ലത് കാണാൻ സാധിക്കണം. സാധാരണ രീതിയിൽ നമ്മളൊക്കെ വിപരീതമായിട്ടാണ് നമ്മൾ ചിന്തിക്കുക. പറയാറുണ്ട്, ഗുരുവായൂരപ്പനെ തൊഴാൻ ചെല്ലുമ്പോൾ കാവക്കാർ നമ്മളോട് പറയും, തൊഴുതുമാറൂ തൊഴുതുമാറൂ തൊഴുതുമാറൂ. അവർക്ക് വേറൊന്നും പറയാനില്ല. നമുക്ക് തോന്നും, അയ്യോ ഇതെന്താ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു നിമിഷം ഞാൻ നിൽക്കട്ടെ. അവരുടെ അടുത്ത് ദേഷ്യപ്പെടും നമ്മൾ. അവരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ട്? അവരെ അതിനാണ് ഇവിടെ നിർത്തിയേക്കുന്നത്. അവരത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവരോട് പൊക്കോളാൻ പറയും. വേറെ ചില ആളുകൾ അവരോട് പറയും പൊക്കോളാൻ, ഇവിടെ നിൽക്കണ്ടാന്ന്. അവരത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഭക്തയ്ക്ക് തോന്നി ഇത് ഭഗവാൻ പറയണതാണ്, എല്ലാം ഭഗവാൻ പറയണതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവരിങ്ങനെ ആലോചിച്ചു, ഇതെന്താ ഭഗവാൻ പറയണത് എന്ന് ആലോചിച്ചപ്പോൾ ഭഗവാൻ വലിയൊരു കാര്യം നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണ്? തൊഴുതു മാറൂ. എത്ര കാലമായി തൊഴുതു തുടങ്ങിയിട്ട് ഭഗവാൻ ചോദിക്കുക, എന്നിട്ട് എന്ത് മാറ്റം ഉണ്ടായി നിങ്ങൾക്ക് എന്ന് ചോദിക്കുക നമ്മളോട്. തൊഴുതു മാറണം എന്നാണ് പറയണത്. എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഭാഗവതം കേട്ടിട്ട് ഭഗവാനെ തൊഴുതട്ട് ഇല്ല എന്നാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഇതുള്ളത് കൊണ്ടാണ് എനിക്ക് ആദ്യം തൊഴണമെന്നും മറ്റുള്ളവരെ എന്നെ തൊടുമ്പോൾ ദേഷ്യം വരുന്നതും മാത്സര്യവും ക്രോധവും ഒക്കെ നമുക്ക് ഉണ്ടാവണത്. അതില്ലെങ്കിലോ എവിടെ നിന്നാലും ഭഗവാനെ കാണാൻ സാധിക്കും. എനിക്ക് 4 മണിക്കൂർ വരി നിൽക്കാൻ ഭാഗ്യമുണ്ടായി. ഒരാൾ ആവേശത്തോടു കൂടി പറയുന്നു ഗുരുവായൂരപ്പൻ്റെ അടുത്ത്. ഒരാളും പറയാത്തതാണ്, അയ്യോ തിരക്ക്, ഇനി ഞാൻ ഗുരുവായൂരപ്പനെ തൊഴാൻ പോണില്ല എന്നാണ് ആളുകൾ പറയുക. പക്ഷെ യഥാർത്ഥ ഭക്തൻ എന്താ പറയണത്? 4 മണിക്കൂർ എനിക്ക് വരി നിൽക്കാൻ പറ്റി, എന്തൊരു ഭാഗ്യം. അതെന്താ ഇങ്ങനെ പറയണത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ സമയത്ത് ഞാൻ സഹസ്രനാമം ജപിച്ചു, അഷ്ടോത്തര ശതം ജപിച്ചു, ഭുജംഗപ്രയാതം ജപിച്ചു, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി, നാമം ജപിച്ചു, ഭക്തന്മാരെ കാണാൻ സാധിച്ചു.
അതേപോലെ തന്നെ ആനപ്പുറത്ത് എന്നെ കാണാൻ ശിവേലിയുടെ സമയത്ത് ഭഗവാൻ ഇങ്ങോട്ട് വന്നില്ലേ? ഇതിൽ പരം ഭാഗ്യം വേറെ എന്താ? ഞാൻ അവിടെ അകത്തിരിക്കണത് മാത്രമാണ് ഗുരുവായൂരപ്പൻ എന്ന് വിചാരിക്കേണ്ട കാര്യമുണ്ടോ? ഉത്സവമൂർത്തിയായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നില്ലേ? ഞാൻ ഇവിടെ നിന്ന് നമസ്കരിച്ചില്ലേ? അതുപോരെ. അങ്ങനെ ചിന്തിക്കാറാവണം അല്ലേ? എല്ലാം നല്ലതായിട്ട് കാണാനുള്ള മനസ്സുണ്ടായാൽ ജീവിതം ഏറ്റവും സുഖമാണ്. പകുതി വെള്ളം ഉണ്ട് എന്നും പറയാം, പകുതി വെള്ളമില്ല എന്നും പറയാം പാത്രത്തിൽ. നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ? നല്ല വെയിലും നല്ല ചൂടും നല്ല മഴയും നല്ല കാലുവേദനയും നല്ല കൈവേദനയും നല്ല തലവേദനയും ഒക്കെയാണ് നമുക്ക്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഇതൊക്കെ നല്ലതായിട്ട് തീരും. മറിച്ച് ഒടുക്കത്തെ ചൂടും നശിച്ച മഴയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അതൊക്കെ നമ്മളെ അതേപോലെ തന്നെ നമുക്ക് വരികയും ചെയ്യും. അപ്പൊ നമ്മൾ എങ്ങനെ പെരുമാറണു എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കൊക്കെ അവകാശങ്ങളെക്കുറിച്ചാണ് ചിന്ത, നമ്മുടെ കടമകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. കടമകളെക്കുറിച്ച് ചിന്തിച്ചാൽ തീർച്ചയായും ഭഗവാന്റെ കാരുണ്യം എത്ര വലുതാണെന്ന് മനസ്സിലാവും. ചെരുപ്പ് കിട്ടാത്തവൻ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് കാലില്ലാതെ നടന്നു പോണ ഒരാളെ കണ്ടത്. അപ്പോഴാണ് മനസ്സിലായത് ഭഗവാൻ എത്ര കാരുണ്യ സ്വരൂപനാണെന്ന്. സത്യത്തിൽ കരുണ ചെയ്യുവാനെന്തു താമസം എന്ന് പാടാൻ പോലും നമുക്ക് അർഹതയില്ല. എത്രയോ കാരുണ്യം ഭഗവാൻ തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇതേപോലൊരമ്മ, ആ അമ്മയുടെ വാക്ക് അനുസരിക്കുന്ന ഒരു പുത്രൻ, ഇതൊക്കെ ഭാഗവതം നമുക്ക് പറയാതെ പറഞ്ഞു തരുന്നുണ്ട്. അമ്മ പറഞ്ഞു തപസാരാധ്യ പുരുഷം, അത് തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഉണ്ണിക്കറിയാം തപസ് ചെയ്യേണ്ടത് കാട്ടിൽ പോയിട്ടാണ്, അതുകൊണ്ട് പോവാന്ന് തീർച്ചപ്പെടുത്തി ഇറങ്ങി. ഉണ്ണി പോകുന്നത് ആരും കണ്ടില്ലെങ്കിലും എല്ലാം കാണുന്ന കണ്ണനാമുണ്ണി കണ്ടു. നാരദനെ വിളിച്ചു, നാരദ വേഗം പൊക്കോളൂ എന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ നാരദൻ ഇവിടെ വന്നിട്ട് കപടപടുധിർ നാരദ മുനി അല്ലേ, നാരദ മഹാസൂത്രശാലിയാണ്. നമ്മളെ പോലുള്ള ആളുകൾക്ക് പറഞ്ഞു തരികയാണ്, ഭഗവാനെ ഭജിക്കാൻ തീരുമാനിച്ചാൽ എന്ത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അത് കഴിഞ്ഞേ തിരിച്ചു വരാൻ പാടുള്ളൂ എന്ന്. അതുകൊണ്ടാണ് നാരദൻ പറഞ്ഞു കൊടുത്തത്, ഉണ്ണിയുടെ കൊട്ടാരത്തിലെ സൗകര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. സൗകര്യം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, മഴ കൊള്ളേണ്ടി വരും, വെയിൽ കൊള്ളേണ്ടി വരും, ചൂട്, കാറ്റ്, മഞ്ഞ്, ക്രൂരമൃഗങ്ങൾ, ഇതൊക്കെ ഉണ്ടാവുമ്പോൾ മഹർഷി ഞാൻ എന്തിനാ പേടിക്കണത്, ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞു തന്നേക്കണത്. നാരദൻ അവിടെ ഇതാ മനസ്സുകൊണ്ട് ആ ഉണ്ണിയുടെ കാക്കൽ വീണ് നമസ്കരിച്ചു. ഇതാണ് താൻ ഗംഭീരായിട്ട് ഭക്തി സൂത്രം എന്ന് പറഞ്ഞ് ഗംഭീരായിട്ട് എഴുതിയത്. ഇത് തന്നെയുള്ളൂ, ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായി. എങ്കിൽ ഈ ഉണ്ണിക്ക് പഠിപ്പിച്ചു കൊടുക്കാം ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ശക്തമായ ഒരു മന്ത്രം, ഓം നമോ ഭഗവതേ വാസുദേവായ. 3 വട്ടം ആ ചെവിയിൽ ചൊല്ലിയപ്പോഴേക്കും ഉണ്ണി അത് പഠിച്ചു. ഇത് ജപിച്ചാ മതി എന്ന് നാരദൻ പറഞ്ഞപ്പോൾ അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. ഇതും ഭക്തന്റെ ഒരു ലക്ഷണമാണ്. സജ്ജനങ്ങൾ പറയണത് കേൾക്കുക. ചില ആളുകൾ പറയും, എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, എന്താ വേണ്ടത്, നാമം ജപിച്ചോളൂ, അത് മാത്രം മതിയോ എന്ന് ചോദിക്കുക ആളുകൾ അല്ലേ. കാരണം എന്താ, അവർക്ക് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. വെറുതെ നാരായണ എന്ന് ജപിച്ചാൽ ഭഗവാൻ അനുഗ്രഹിക്കുമോ എന്ന് സംശയം. ഈ സംശയമില്ലാതെയാവണം. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഹ ക്ഷീയന്തേ ചാസ്യ കർമാണി. അപ്പോഴാണ് ഇതൊക്കെ അനുഭവമായിട്ട് വരിക. അപ്പൊ അതുകൊണ്ട് ധ്രുവൻ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ മോഹിച്ചു. ചെറിയമ്മ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, അമ്മ അതിനെ ഉറപ്പിച്ചു. നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. ഉണ്ണി നേരെ മധുവനത്തിൽ പോയി. ആ യമുനയിൽ മുങ്ങിക്കുളിച്ച് ഒരു കല്ലെടുത്ത് കൊണ്ടുവച്ചു. ശിലയെ ശിവരൂപമാക്കി ആ ഭഗവാൻ തന്നെയാണത് എന്ന് സങ്കല്പം ചെയ്തു. അത് കഴിഞ്ഞ് അവിടുന്ന് തപസ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത ഉണ്ണി ഏതായാലും അവിടെ നിന്നും ഇവിടെ നിന്നും കുറച്ച് ഫലമൂലാദികളൊക്കെ കൊണ്ടുവച്ചു. അച്ഛനൊക്കെ പൂജ കഴിക്കേണ്ടത് പോലെ അവിടെ കൊണ്ടുവച്ച്, നെന്മിനി ഉണ്ണിയെ പോലെ അവിടെ കൊണ്ടുവച്ചിട്ട് ആ ഉണ്ണി ഭഗവാന്റെ നാമം ജപിക്കാൻ തുടങ്ങി. ഓം നമോ ഭഗവതേ വാസുദേവായ. വേറൊരു ചിന്തയില്ല. അങ്ങനെ ആദ്യത്തെ മാസം 3 ദിവസം കൂടുമ്പോൾ കണ്ണു തുറക്കുകയും അവിടെ ഭഗവാന് സമർപ്പിച്ച ആ ഫലമൂലാദികൾ ഭക്ഷിക്കുകയും, 2ാമത്തെ മാസത്തിലെത്തിയപ്പോഴേക്കും 6 ദിവസം കഴിഞ്ഞപ്പോഴേ ഉണ്ണി കണ്ണു തുറന്നുള്ളൂ. അവിടെ വീണ് കിടന്ന ഇലയും അതേപോലെ വെള്ളമൊക്കെ കഴിച്ച് വിശപ്പടക്കി. 3ാമത്തെ മാസത്തിലേക്ക് എത്തിയപ്പോഴേക്കും 9 ദിവസമായി. ഉണ്ണിക്ക് അതൊന്നും വേണമെന്നില്ല, വെള്ളം മാത്രം കുടിച്ചാൽ മതി. 4ാമത്തെ മാസത്തിലെത്തിയപ്പോൾ ഉണ്ണി വെറുതെ ഒന്ന് വായു ഇങ്ങനെ വലിച്ചു പിടിക്കും,
അതോടുകൂടി തപസ് വീണ്ടും തുടരും. 5-ാമത്തെ മാസത്തിലായപ്പോൾ ജിതശ്വാസനായി ആ ഉണ്ണി. അതുകൊണ്ട് എന്തുണ്ടായി? ആന കയറിയ തോണി പോലെ ഭൂമി ഇളകാൻ തുടങ്ങി. ദേവന്മാര് ഭഗവാന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഭഗവാനെ, ആ ഉണ്ണിയെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞപ്പോ മാഭൈഷ്ടബാലം തപസോ ദുരത്യാൻ നിവർത്തയിഷ്യേ പ്രതിയാതസ്വധാമ, ഞാൻ ദാ പോവുകയാണ്, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഭഗവാൻ തൻ്റെ ആ ഭൃത്യനെ, തൻ്റെ പ്രിയപ്പെട്ട ഭക്തനെ അനുഗ്രഹിക്കാൻ ഭഗവാൻ ഗരുഡന്റെ പുറത്തു കയറി. ഭൂരി കാരുണ്യവേകാൽ ഗജേന്ദ്രൻ താമരപ്പൂവ് അർച്ചിച്ചപ്പോ ഓടി വന്ന കാരുണ്യമൂർത്തി ഇവിടെ ആ 12 പുഷ്പങ്ങളെ കൊണ്ട് ഭഗവാന് സമർപ്പണം ചെയ്യുന്ന ഉണ്ണിയുടെ മുമ്പിൽ വന്നു നിന്നു. എന്നിട്ട് ഉണ്ണി കണ്ടില്ല. തിരോഹിതം സഹസൈവോപലക്ഷ്യ ബഹിസ്ഥിതം തദവസ്ഥം ദർദർശ. എപ്പോഴേ ഉണ്ണി കണ്ടുള്ളൂ, അകത്തുള്ള ഭഗവത് സ്വരൂപത്തെ ഭഗവാൻ ഒന്ന് മറച്ചു. ഉണ്ണി ബാഹ്യചക്ഷുസുകൾ അടച്ചു അകക്കണ്ണ് തുറന്നിരിക്കുകയായിരുന്നു. ഇപ്പോ ആ അകക്കണ്ണ് അടഞ്ഞതുപോലെ വല്ലാത്തൊരു ഇരുട്ട്. ഇതെന്താണ്? കിബിതം കുതയേവേദി എന്ന രീതിയിൽ കണ്ണു തുറന്നു നോക്കിയപ്പോ ദാ മുമ്പിൽ നിൽക്കണു ഭഗവാൻ. ഗരുഡന്റെ പുറത്ത് കയറി കാക്കൽ വീണങ്ങനെ നമസ്കരിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി, മിഴികൾ നിറയുകയും മൊഴികൾ മുറിയുകയും ചെയ്തു ആ ഉണ്ണിയുടെ. ഉണ്ണിക്ക് എന്താ പറയേണ്ടതെന്ന് ഇഷ്ടമില്ല. ഭഗവാന് മനസ്സിലായി, ഈ ഉണ്ണി എന്നെ ഒന്ന് സ്തുതിച്ചോട്ടെ എന്ന് തീർച്ചപ്പെടുത്തി ഭഗവാൻ കൃതാഞ്ജലിം ബ്രഹ്മമയേന കമ്പുനാപസ്പർശബാലം, ആ ഉണ്ണിയുടെ കവിളിനോട് ചേർന്നൊന്നങ്ങനെ അങ്ങോട്ട് തലോടി. ചെമ്പൈക്ക് നാദം നിലച്ചപ്പോൾ തൻ്റെ കണ്ഠം കൊടുത്തവൻ, തൻ്റെ ശംഖം കൊടുത്തവനാണ്. അതേപോലെ ധ്രുവനും ദാ തൻ്റെ അനുഗ്രഹം നാദബ്രഹ്മത്തെ എന്നങ്ങോട്ട് തൊട്ടതോടുകൂടി 12 ആദിത്യതുല്യമായ 12 ശ്ലോകങ്ങളെ കൊണ്ട് സ്തുതിച്ചു. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഉണ്ണി എത്രയും ഉയരങ്ങളിലേക്ക് എത്തിയെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എന്താ? എൻ്റെ ഉള്ളിൽ അവിടുന്നാണെന്ന് തിരിച്ചറിഞ്ഞു. എൻ്റെ ഓരോ പ്രവൃത്തിയും അവിടുത്തെ സങ്കല്പമാണെന്ന് തിരിച്ചറിഞ്ഞു. ഒന്നുമെൻ നൈപുണ്യമല്ല ദേവ, എല്ലാം നിൻ കാരുണ്യം ഒന്നു മാത്രം എന്ന് ഉറപ്പായി ഉണ്ണിക്ക്. അതാണ് യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന അന്യാംഷ്ടഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എന്തേ പ്രാർത്ഥിച്ചുള്ളൂ? ഭക്തി ഉണ്ടാവണേന്ന് മാത്രം പ്രാർത്ഥിച്ച ആ ഉണ്ണി ഭഗവാൻ ആവോളം കൊടുക്കുന്നത് മുക്തിയാണെങ്കിലും തൻ്റെ മുമ്പിൽ എത്തി തന്നെ കാക്കൽ വീണ് നമസ്കരിക്കുന്ന തൻ്റെ ഭക്തന് ഭക്തിക്ക് അർഹതയുണ്ടെങ്കിൽ ഭഗവാൻ അത് കൊടുക്കും. അത് ധ്രുവനാവട്ടെ, പ്രഹ്ലാദനാവട്ടെ, തന്നോടൊപ്പം ആ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഓടിക്കളിച്ച തൻ്റെ പ്രിയ കൂട്ടുകാരൻ ശ്രീരാമാവട്ടെ, അല്ലേ? ഭഗവാൻ അങ്ങനെയാണ്. ഭഗവാൻ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഈ ശ്രീരാമാവിനെ ഞാൻ കൂട്ടുകാരനാക്കിയത് എന്ന് കുചേലവൃത്തം എന്ന് നമ്മൾ പറയുന്ന ശ്രീരാമാചരിത്രത്തിലും പൃഥുഗോപാഖ്യാനത്തിലും പറയുന്നുണ്ട്. ആദ്യമൊക്കെ ഭഗവാൻ ഹേ ബ്രഹ്മൻ ഹേ വിദ്വൻ എന്നേ വിളിക്കണുള്ളൂ, കൂട്ടുകാരാന്ന് വിളിക്കണില്ല. കാരണം ബ്രഹ്മത്തെ അറിഞ്ഞവനാണ്. ഇത് നാട്ടുകാരെ അറിഞ്ഞോട്ടെ എന്നാണ് ഭഗവാന്റെ സങ്കല്പം. പിന്നെ എപ്പോഴാണ് ഭഗവാന്റെ എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും വിട്ടുപോയത്? അതുവരെയൊക്കെ ഭഗവാൻ പിടിച്ചു നിന്നു. ഇഭരാടിവ ഭിന്ന സേതു എന്ന് പറഞ്ഞതുപോലെ ഭഗവാൻ ആ അവിൽക്കിഴി അങ്ങോട്ട് കയ്യിൽ കിട്ടിയപ്പോ അതിൽ ഭക്തിയുടെ ആ പൂർണ്ണത അങ്ങനെ കണ്ടപ്പോ അപ്പോഴാണ് അന്വേതതുപനീതമ്മേ പരമപ്രീണനം സഖേന്ന് അങ്ങോട്ട് വിളിച്ചു, ഉറക്കെ അങ്ങോട്ട് വിളിച്ചു. അതാണ് ഭഗവാന്റെ കാരുണ്യം. ധ്രുവന് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു. 36,000 വർഷം രാജ്യം ഭരിക്കുക. ഉത്തമനും അതേപോലെ തന്നെ സുരുചിയും ഭക്തജനദ്രോഹം എന്നുള്ളത് കൊണ്ടാണ് സുരുചി കാട്ടുതീയിൽ മരിക്കാൻ പോണത്. ഉത്തമനും അതെ യക്ഷന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെടും. അവസാനം നീ എന്നിലേക്ക് തന്നെ ലയിച്ചു ചേരും. വൈകുണ്ഠലോകം ഭക്തന്റെ പേരിലും അറിയപ്പെടാൻ തുടങ്ങി. ധ്രുവലോകം എന്നുള്ള രീതിയിൽ കുണ്ഠിതങ്ങളില്ലാത്ത, ജനന മരണങ്ങളില്ലാത്ത ആ ദിവ്യമായ ലോകത്തിലേക്ക് വരാൻ ഭഗവാൻ നിർദ്ദേശം കൊടുത്തു. ഇനി അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു.
വീണിങ്ങനെ നമസ്കരിച്ചു ആ ഉണ്ണി. അവിടെ ഉപവനത്തിൽ അച്ഛനും അതേപോലെ സുരുചിച്ചെറിയമ്മയും അമ്മയും വന്നപ്പോൾ അച്ഛനെ നമസ്കരിച്ച് പിന്നീട് സുരുചിച്ചെറിയമ്മയുടെ കാക്കൽ വീണ് നമസ്കരിച്ചു. എനിക്ക് മനസ്സിലായി, എന്നെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ കാരുണ്യം വർഷിച്ചത് എൻ്റെ ചെറിയമ്മയാണ്. പിന്നെ അമ്മയെ നമസ്കരിച്ചു, ഉത്തമനെ ആലിംഗനം ചെയ്തു. ഭഗവാൻ പറഞ്ഞതുപോലെയൊക്കെ സംഭവിച്ചു. യക്ഷന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ അവിടെ തനിക്ക് തോൽവി അണയും എന്നൊരു അവസ്ഥ വന്നപ്പോൾ ഭഗവാനെ വിചാരിച്ചു. നാരദ മഹർഷി വന്ന് നാരായണാസ്ത്രം ഉപദേശിച്ചു. യക്ഷന്മാർ കൊല്ലപ്പെടാൻ തുടങ്ങി. കുബേരൻ, സാക്ഷാൽ ധനപതിയായിരിക്കുന്ന കുബേരൻ വന്ന് യുദ്ധം നിർത്താൻ അഭ്യർത്ഥിച്ചു. എന്ത് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. എങ്കിൽ ആ ഭക്തി തരണം, മറ്റൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ആ ധ്രുവൻ അവസാനം വിഷ്ണു പാർഷദന്മാർ കൊണ്ടുവന്ന ആ വിമാനത്തിലേക്ക് കയറാൻ പുറപ്പെട്ടപ്പോൾ, സാധാരണ മരണം വന്നു കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കോണിയിൽ കിടത്തിയിട്ടാണ് കൊണ്ടുപോവുക, അല്ലേ? ഇവിടെ മരണം തന്നെ കോണിയായിട്ട് വന്നു. ആർക്കാ? ധ്രുവന്. മൃത്യോർമൂർധിപദം ദത്വാ ആരുരോഹാത്ഭുതം ഗൃഹം. വിമാനം വന്നു കഴിഞ്ഞാലേ, ഇപ്പോഴത്തെ വിമാനം വന്നാലും അങ്ങനെ തന്നെയാണ്, കയറാൻ വേണ്ടി കോണി പുറമേന്ന് വരണം, അല്ലേ? ഇതേപോലെ ഈ വിമാനത്തിലേക്ക് കയറാൻ വേണ്ടി ഈ ഉണ്ണിയുടെ മുമ്പിൽ കോണിയായി വന്നത് ആരാ? സാക്ഷാൽ മരണദേവൻ തന്നെയാണ് വന്നത്. തലയും താഴ്ത്തി എന്ന് വെച്ചാൽ മരണത്തെ ജയിച്ചു എന്ന് തന്നെ. അങ്ങനെ വിമാനത്തിലേക്ക് കയറുമ്പോൾ ധ്രുവൻ വിഷ്ണു പാർഷദന്മാരോട് പറഞ്ഞു, എനിക്ക് ഒരാളെ കൂടി കൊണ്ടുപോകാനുണ്ട്. എന്നെ ഈ പദത്തിലേക്ക് എത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട അമ്മ. വിഷ്ണു പാർഷദന്മാരൊന്ന് ചിരിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞു, മഹാരാജാവേ, ദാ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു. മുമ്പിൽ മറ്റൊരു വിമാനം. ഭഗവാൻ ആദ്യം, അല്ലേ, നമ്മളൊക്കെ വിശിഷ്ട വ്യക്തികൾക്ക് പ്രത്യേകമായിട്ടുള്ള വിമാനം. അപ്പം ഇതുപോലൊരു ഭക്തനെ ലോകത്തിന് നൽകിയ ആ അമ്മയെയാണ് ആദ്യം അവിടെ എത്തിക്കേണ്ടതെന്ന് ഭഗവാന് മനസ്സിലായി. അപ്പം തൻ്റെ ഭക്തനെ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഭജിക്കാനുള്ള ഉപദേശം കൊടുത്ത ഭക്തയായ ആ സുനീതിക്ക് ആദ്യം ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താൻ സാധിച്ചു. പുരോയാനേന ഗച്ഛതി. മുമ്പിലുള്ള വിമാനത്തിൽ പോണത് ഇങ്ങനെ കണ്ടു, സന്തോഷമായി. അപ്പോൾ ധ്രുവൻ വരുന്ന സമയത്ത് ധ്രുവനെ സ്വീകരിക്കാൻ അമ്മ വേണം. ആ ഉണ്ണിയുടെ നെറ്റിയിൽ ഭഗവത് പ്രസാദം ചാർത്താൻ അമ്മ വേണം എന്ന് എല്ലാവരെക്കാളും കൂടുതൽ അറിയുന്ന ആള് ഭഗവാനാണ്. അതുകൊണ്ടാണ് സുനീതിയെ ആദ്യം അവിടുന്ന് പറഞ്ഞയച്ചത്. അങ്ങനെ സുനീതി ആദ്യം ഭഗവാന്റെ പാദത്തിലെത്തി, പിന്നാലെ ധ്രുവനും അവിടെ എത്തിച്ചേർന്നു എന്ന് പറയുന്നു. അത്യധികം മനോഹരമായിരിക്കുന്ന ധ്രുവ ചരിത്രം, ഭക്തിയുടെ ഉദാത്തമായ ചരിത്രം. ഇതൊക്കെ കുറേ കേൾക്കുമ്പോൾ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുറേ കേൾക്കുകയും കുറേ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. ഇനി എനിക്ക് ഉറപ്പാണ്, ഗുരുവായൂരപ്പനെ തൊഴാൻ പോയി നിൽക്കുമ്പോൾ തൊഴുതു മാറൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കണ ആർക്കും ദേഷ്യം വരില്ല, ഉറപ്പാണ്, അല്ലേ? തൊഴുതു മാറണ്ടേ നമ്മൾ എന്ന് തോന്നും നമുക്ക്. അപ്പൊ അങ്ങനെ എല്ലാവരും മാറിക്കഴിഞ്ഞാലോ എന്തൊരു രസമായിരിക്കും, അല്ലേ? വളരെ ഭംഗിയായി ഭഗവാന്റെ നാമം ജപിച്ച് സന്തോഷത്തോടു കൂടി അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ആ ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം, അല്ലേ? ആ ശ്രീവൈകുണ്ഠത്തിലേക്ക് അണമുറിയാത്ത ഭക്തി ഗംഗകൾ ഇങ്ങനെ ഒഴുകട്ടെ. ഗുരുവായൂരപ്പനാകുന്ന കരുണാസമുദ്രത്തിലേക്ക് ലയിച്ചു ചേരട്ടെ. ആ ഭക്തി ഗംഗ, അല്ലേ, പല പേരുകളിൽ, യമുനയും ഗംഗയും നിളയും കാവേരിയും സരസ്വതിയും, അതിനൊക്കെ പേരുണ്ട്. പക്ഷെ ആ പേര് എപ്പോഴില്ലാതെയാവും? ഭഗവാനുമായിട്ട് ചേരുമ്പോൾ. രാസലീല നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ അതാണ്. കാരണം അത് ഭാഗവതത്തിൻ്റെ സാരലീലയാണ്. ഓരോരുത്തരും ഭഗവാനിലേക്ക് ചേർന്ന പിന്നെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. രാസപഞ്ചാധ്യായി എന്ന് പറയുന്നത് ആ 5 അധ്യായങ്ങളിലൂടെ ഭാഗവതത്തിൻ്റെ പഞ്ചസാരയാണ്. ആ മധുരം അനുഭവിക്കാൻ രാസലീല പഠിച്ചാൽ മതി, രാസലീല കേട്ടാൽ മതി. അങ്ങനെയുള്ള ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ ഒരു കീർത്തനം കൂടി പാടി നമുക്ക് സമർപ്പിക്കാം. വലിയ സന്തോഷം,
വളരെ നേരത്തെ പറഞ്ഞതുപോലെ ഈ തീർത്ഥത്തെ തീർച്ചയായും തീർത്ഥമായി കണ്ടുകൊണ്ട് ഇവിടെ എത്തിയ ഒരുപാട് ഭക്തജനങ്ങൾ, നിങ്ങളുടെയൊക്കെ മനസ്സ് എനിക്കിവിടെ ഇരുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതും ഭഗവാന്റെ കാരുണ്യമാണ്. ഒരാളുടെ വളരെ പ്രത്യേകമായിട്ടുള്ളൊരു ദിവസം അത് ഇങ്ങനെ വേണം എന്ന് തീരുമാനിച്ചത്. ഇതിനു മുമ്പ് അവരുടെ ആ വിവാഹ രംഗങ്ങളിലൊക്കെ നമ്മളിത് കണ്ടതാണ്. എല്ലാം ഭഗവാനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ 60ൻ്റെ നിറവിലേക്ക് എത്തുമ്പോഴും ആ ഭക്തിയുടെ നിറവ് ആവോളം വേണം എന്ന് തീരുമാനിച്ചതാണ്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായതാണ് നമുക്കൊക്കെ ഇവിടെ എത്താനും ഇത് കേൾക്കാനുമൊക്കെയുള്ള ഭാഗ്യമായിട്ട് തീർന്നത്. അത് ഒരാളുടെ മാത്രം ഭാഗ്യമല്ല, ആ കുടുംബത്തിൻ്റെയും ഈ നാടിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗ്യമാണ്. അല്ലെങ്കിൽ അങ്ങനെ തോന്നില്ല അല്ലേ? ഒരാൾക്ക് തോന്നിയത് കൊണ്ട് കാര്യമില്ല. മറ്റുള്ളവരൊക്കെ ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരേപോലെ ചിന്തിക്കുക, ഇതാണ് വേണ്ടത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? ഭഗവാന്റെ കാരുണ്യം മാത്രമാണ്. നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നത് പോലും, തപസ് ചെയ്യണം എന്ന് തോന്നുന്നത് പോലും എൻ്റെ അനുഗ്രഹമാണ് ബ്രഹ്മാവേ എന്ന് ഭഗവാൻ ഭാഗവതത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ചടങ്ങ് വേണം. അല്ലാതെ സാധാരണ രീതിയിൽ ഇപ്പോൾ 60 വയസ്സാവണു, എല്ലാവരും വന്നു, പരസ്പരം കുറേ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, അവനവൻ്റെ കേമത്തം പറഞ്ഞു, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞു, സദ്യ കഴിച്ചു, അപ്പുറത്ത് പോയി സദ്യയെക്കുറിച്ച് കുറ്റം പറഞ്ഞ് നമ്മളെല്ലാവരും പോവും. അങ്ങനെയാണ് എല്ലാ ഷഷ്ടിബുദ്ധപൂർത്തികളും നടക്കാറുള്ളത് പലപ്പോഴും. അതല്ല, പരമമായ ആ സത്യത്തിലേക്ക് എത്തിച്ചേരാൻ ഇതൊക്കെയാണ് വേണ്ടത് എന്ന് തിരിച്ചറിവുണ്ടായതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ആ ഭാഗ്യത്തിന് മുമ്പിൽ, ആ പൊന്നുഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്തിന് മുമ്പിൽ നമുക്ക് വീണ്ടും വീണ്ടും ശിരസ് കുനിക്കാം. ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി സപ്തതിയും അശീതിയും ശതാഭിഷേകവും നവതിയും ഒക്കെ ആഘോഷിക്കാൻ, ഇതുപോലെ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ആഘോഷിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനും വരണം അല്ലേ? ഇതുപോലെ ആവണമെങ്കിൽ അപ്പോൾ എനിക്കും അത്രയും കാലം ഭഗവത് ഭജനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവും. ഇതിലൊക്കെ എല്ലാത്തിലും കുറേശ്ശെ സ്വാർത്ഥത ഉണ്ടല്ലോ. അപ്പൊ ഇതുപോലെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ ഞാനും ഉണ്ടാവും എന്നുള്ളതാണ്. ആ ഒരു കാരുണ്യം, അത് ഇതുപോലെ ഞാനും ഉണ്ടാവും, നിങ്ങളെല്ലാവരും ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും കൂടിയുള്ള ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് സുന്ദരക്കണ്ണന്റെ ഒരു കീർത്തനം പാടി നമുക്ക് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. നേരത്തെ പറഞ്ഞതുപോലെ വിചിത്ര രൂപസ്തവ ഖല്വനുഗ്രഹ എന്ന് പറഞ്ഞല്ലോ. ഇതും മറ്റൊരു അനുഗ്രഹമാണ്. കാരണം ഈ പാട്ടാണ് ഇവിടെ പാടാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് നാഗരാജൻ്റെ അടുത്തും ഹരിയുടെ അടുത്തൊക്കെ പറഞ്ഞിങ്ങോട്ട് പോകുന്നത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ പുസ്തകം എടുത്തിട്ടില്ല. എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ ഈ പാട്ട് കാണാതെ അറിയില്ല. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴേക്കും ഓർമ്മ വന്നു. കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ആരാധ്യനായ ആചാര്യൻ, ഭാഗവത ഗായകരത്നം കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി, അദ്ദേഹം കടൽ കടന്ന് 7ാം കടലിന് അക്കരയിൽ നിന്ന് എന്നെ വിളിച്ചു. ഈ പാട്ടൊന്ന് എനിക്ക് അയച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനത് വാട്സപ്പ് വഴി അയച്ചു. അത് ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പം നന്നായില്ലേ? അപ്പോൾ ആ ഹരി, അന്ന് ആ ഹരിയെ കൊണ്ട് ഈ ഹരിയോട് ആ ഹരിയുടെ കീർത്തനം വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ ഹരിക്ക് ഇന്ന് ഈ കീർത്തനം പാടാനുള്ള ഭാഗ്യമായി തീർന്നത്. അപ്പോൾ എല്ലാവരും ചേർന്ന് ഈ കീർത്തനം പാടി നമുക്ക് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സുന്ദരനെ യശോദനന്ദനനെ, ബാലകനെ ഗോപാല ബാലകനെ, കാമുകനെ ശ്രീരാധമാധവനെ, ബാധകനെ മുരളി വാദകനെ, നർത്തകനെ കാളിയ മർദ്ദകനെ, കേശവനെ കൈവല്യദായകനെ,
സാഗരമേ കരുണ്യസാഗരമേ നന്ദജനേ ദേവകി നന്ദനനേ രക്ഷകനേ രുക്മിണി രക്ഷകനേ മണ്ണപ്പം ചുട്ടതും കണ്ണീർ തുടച്ചതും കാമിനി മാരത്തു ആടിക്കളിച്ചതും പർവ്വതം പൊക്കിയതും നന്നായി കളിച്ചതും കാളിയ മർദ്ദൻ ലീലകളാടിയ സുന്ദരനെ 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 യാദവനെ യാദവനെ കേശവനെ കേശവനെ ഈശ്വരനെ ഈശ്വരനെ രക്ഷകനെ രക്ഷകനെ നർത്തകനെ നർത്തകനെ ബാലകനെ ബാലകനെ സുന്ദരനെ 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 മണ്ണപ്പം ചുട്ടതും കണ്ണീർ തുടച്ചതും കാമിനി മാരത്തു ആടിക്കളിച്ചതും പർവ്വതം പൊക്കിയതും നന്നായി കളിച്ചതും കാളിയ മർദ്ദന ലീലകളാടി സുന്ദരനെ സുന്ദരനെ യാദവനെ യാദവനെ കേശവനെ കേശവനെ രാധയ്ക്കു തോഴനം സുന്ദരനെ സുന്ദരനെ ഗോപിക്കു കാന്തനം സുന്ദരനെ സുന്ദരനെ അമ്മയ്ക്കു ഉണ്ണിയം സുന്ദരനെ സുന്ദരനെ നന്ദനു സ്വന്തമാം സുന്ദരനെ സുന്ദരനെ ജീവന്റെ ജീവനം സുന്ദരനെ സുന്ദരനെ രാധയ്ക്കു തോഴന ഗോപിക്കു കാന്തനായി അമ്മയ്ക്കു ഉണ്ണിയായി നന്ദനു സ്വന്തമായി ജീവന്റെ ജീവന മാനുഷ വേഷമായി അമ്പാടി തന്നിലായി ഓടിക്കളിച്ചോർ സുന്ദരനെ 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 വസ്ത്രം കവർന്നൊരു സുന്ദരനെ സുന്ദരനെ അസ്ത്രം തൊടുത്തൊരു സുന്ദരനെ സുന്ദരനെ ചിത്തം കവർന്നൊരു സുന്ദരനെ സുന്ദരനെ ഹൃത്തിൽ നിറഞ്ഞൊരു സുന്ദരനെ സുന്ദരനെ ദ്വാരക തീർത്തൊരു സുന്ദരനെ സുന്ദരനെ ദൈത്യരെ കൊന്നൊരു സുന്ദരനെ സുന്ദരനെ കംസനെ കൊന്നൊരു സുന്ദരനെ സുന്ദരനെ കാരുണ്യം കാട്ടിയ സുന്ദരനെ സുന്ദരനെ വസ്ത്രം കവർന്നതും വസ്ത്രം തൊടുത്തതും ചിത്തം കവർന്നതും ഹൃത്തിൽ നിറഞ്ഞതും ദ്വാരക തീർത്തതും ദൈത്യരെ കൊന്നതും കംസനെ കൊന്നതും കാരുണ്യം കാട്ടി സുന്ദരനെ സുന്ദരനെ അർജുനൻ തന്നുടെ തേരു തെളിച്ചൊരു സുന്ദരനെ സുന്ദരനെ അർജുന ഗർവത്തെ ഇല്ലാതെയാക്കിയ സുന്ദരനെ സുന്ദരനെ അന്തണ ഭക്തിയിലെല്ലാം മറന്നൊരു സുന്ദരനെ സുന്ദരനെ ആയിരം ആയിരം ലീലകളാടിയ സുന്ദരനെ സുന്ദരനെ അർജുനൻ തന്നുടെ തേരു തെളിച്ചതും അർജുന ഗർവത്തെ ഇല്ലാതെയാക്കിയതും മന്ദണ ഭക്തി എല്ലാം മറന്നതും ആയിരം ആയിരം ലീലകളാടിയ സുന്ദരനെ 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 അമ്പേറ്റ നേരത്തുമെല്ലാം ചിരിച്ചതും ആനന്ദദായകൻ നെന്മണിവർണ്ണനെ ഭക്തർക്കു നിത്യവും ഭാഗ്യമായി തീർന്നത് വാദപുരീശനെ മിന്നി തിളങ്ങുന്ന സുന്ദരനെ സുന്ദരനെ അർജുനൻ തന്നോട് തേരു തെളിച്ചതും അർജുന ഗർവത്തെ ഇല്ലാതെയാക്കിയതും മന്ദണ ഭക്തിയിലെല്ലാം മറന്നു ആയിരം ആയിരം ലീലകളാടിയ സുന്ദരനെ സുന്ദരനെ യാദവനെ കേശവനെ കേശവനെ ഈശ്വരനെ ഈശ്വരനെ രക്ഷകനെ രക്ഷകനെ നർത്തകനെ നർത്തകനെ ബാലകനെ ബാലകനെ അർജുനൻ തന്നോട് തേരു തെളിച്ചതും അർജുന ഗർവത്തെ ഇല്ലാതെയാക്കിയതും മന്ദണ ഭക്തിയിലെല്ലാം മറന്നതും ആയിരം ആയിരം ലീലകളാടിയ സുന്ദരനെ സുന്ദരനെ അമ്പറ്റ നേരത്തുമെല്ലാം ചിരിച്ചതും ആനന്ദദായകൻ നെന്മണി വർണ്ണന ഭക്തർക്കു നിത്യവും ഭാഗ്യമായി തീർന്നതും വാദപുരീശനെ മിന്നി തിളങ്ങും സുന്ദരനെ 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 യാദവനെ യാദവനെ കേശവനെ കേശവനെ ഈശ്വരനെ ഈശ്വരനെ സുന്ദരനെ 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 അർജുനൻ തന്നോട് തേരു തെളിച്ചതും അർജുന ഗർവത്തെ ഇല്ലാതെയാക്കിയതും മന്ദണ ഭക്തിയിലെല്ലാം മറന്നതും ആയിരം ആയിരം ലീലകളാടിയ സുന്ദരനെ 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 സുന്ദരമൂർത്തി വേണുഗോപാലമൂർത്തി ഭഗവാന് കീ ജയ്. ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷരപൂജ സമർപ്പിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. ഇങ്ങനെ
ഒരു ക്ഷമാപണത്തിൻ്റെ ആവശ്യമില്ല എന്നൊരാൾ പറഞ്ഞു. കാരണം ധ്രുവൻ അതിനുള്ള മറുപടി നമുക്ക് പറഞ്ഞു തന്നു. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം. എൻ്റെ വാക്ക് ഇതിൽ തെറ്റുണ്ടെങ്കിലും ശരിയുണ്ടെങ്കിലും ഒക്കെ ഭഗവാൻ പറയിപ്പിക്കണതാണ്, അല്ലെങ്കിൽ നമുക്ക് സാധിക്കില്ല. ആ കാരുണ്യത്തിന് മുമ്പിൽ ഗുരുപരമ്പരകളുടെ പാതാരവിന്ദങ്ങളിൽ, മാതാപിതാക്കളുടെ പാതാരവിന്ദങ്ങളിൽ ഒക്കെ നമസ്കരിച്ചും കൊണ്ട് ഈ ഒരു വലിയ ഭക്തജന സംഗമത്തിന് തൻ്റെ പിറന്നാൾ ഒരു കാരണമാക്കിയ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്ത, ഞാൻ സുദർശനാന്നോ സുദർശനാമോ എന്നൊന്നും വിളിക്കാറില്ല. ഞാൻ അന്നേ എത്രയോ കാലം മുമ്പ് മൊബൈലിൽ സേവ് ചെയ്തേക്കണത് എനിക്ക് തോന്നണത് ഒരു ചാനലിൻ്റെ പേരായിരുന്നു, എന്ന് കണ്ണൻ്റെ സ്വന്തം എന്നാണ് എഴുതി വെച്ചേക്കണത്. വിളിക്കുമ്പോൾ അങ്ങനെയാണ് കാണാറുള്ളത്. ആ കണ്ണൻ്റെ സ്വന്തമായ ആ പുണ്യാത്മാവിന് എല്ലാവിധ മംഗളങ്ങളും കുടുംബാംഗങ്ങൾക്ക് എല്ലാ മംഗളവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ആചാര്യന്മാരോട് കൂടി എല്ലാവരും, എൻ്റെ രണ്ടുപേര് അനിയന്മാരാണ്, ഒരാൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഭാഗവതമൊക്കെ തുടങ്ങുന്നതിനെ എത്രയോ മുമ്പ് തന്നെ, ഞങ്ങളുടെ ജീവിത യാത്ര ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ഓർമ്മ വെച്ച നാൾ മുതൽ അപ്പുറത്തും ഇപ്പുറത്തും ആ ഹരിയും ഈ ഹരിയും. ഞാൻ ഭാഗവതം തുടങ്ങിയ സമയത്ത് എനിക്ക് കിട്ടിയ വലിയൊരു ബഹുമതി എന്നുള്ളത്, ചില സ്ഥലത്ത് ഈ ഹരിയാണ് ഈ ഹരി എന്ന് വിചാരിച്ചിരുന്നു ചില ആളുകൾ. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. തിരുമേനി ഞാൻ ബോംബെയിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. ഞാൻ ബോംബെയിൽ അന്ന് പോയിട്ടേ ഇല്ല. അപ്പോൾ ഹരി പോയത് കൊണ്ടാണ് എന്നോട് വന്ന് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പാടിയൊരു CD-യുടെ പേര് തന്നെ ഹരിനാമലഹരി എന്നായിരുന്നു. ആദ്യവും അവസാനവും ഹരി, അതിനിടയിൽ നാമത്തിൻ്റെ ഒരു അല, അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം വീണ്ടും വീണ്ടും പങ്കുവെച്ചുകൊണ്ട് എല്ലാ ആചാര്യന്മാരെയും ഒരിക്കൽ കൂടി മനസ്സാ സ്മരിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. ഹരേ കൃഷ്ണ. രാധേശ്യാം രാധേശ്യാം തിരുമേനിയുടെ പാദത്തിൽ നമസ്കരിക്കണം. എനിക്ക് ഈ ഒരു സുന്ദരക്കണ്ണനെ മടിയിൽ വെച്ച് തന്നതിന് ആദ്യം നമസ്കരിക്കട്ടെ. അതിനു മുമ്പ് അച്ഛനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അച്ഛൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഇതിന് അച്ഛനെ, തിരുമേനിയുടെ അച്ഛനെ ഞാൻ അറിയണത് നമ്മുടെ ഹരിയേട്ടൻ്റെ ഭാഗവതാമൃത വർഷിണി എന്നുള്ള ഒരു ഭാഗവത സത്രത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഈ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി എന്ന് പറയുമ്പോൾ ഒക്കെ ഞങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു. അപ്പം ഞാനെപ്പോഴും, എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട്, അപ്പോൾ ഞങ്ങളെപ്പോഴും പറയും ആ ഭഗവാനൊക്കെ കുളിപ്പിക്കാനും തൊടാനൊക്കെ പറ്റുന്ന കൈകൊണ്ട് അവർക്ക് നമ്മളെ ഒന്ന് സ്പർശിക്കാൻ, ഒരാൾക്കെങ്കിലും അങ്ങനെ സ്പർശിക്കാൻ പറ്റിയെങ്കിൽ എന്ന് ഞാൻ കൊതിച്ച് ഞങ്ങളിങ്ങനെ പറയായിരുന്നു. പക്ഷേ അതിനൊക്കെ ഇടവരുത്തിയത് ഹരിയേട്ടൻ്റെ കൂടെയുള്ള വൃന്ദാവന യാത്രയാണ്. ആ യാത്ര കഴിഞ്ഞ് വന്നതിന് കുറച്ചത് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഭാഗവതാമൃത വർഷിണി ഉണ്ടായത്. അപ്പോൾ ആ ഭാഗവതാമൃത വർഷിണി സമയത്താണ് അച്ഛനെ പരിചയപ്പെട്ടത്. എനിക്കത് ഇപ്പോഴും അത്ഭുതമാണ്. എനിക്കറിയില്ല, അച്ഛനെ കണ്ടപ്പോൾ അപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ്റെ പോലെ ഉയരത്തിൽ, അല്ലെങ്കിലും ഈ പ്രായമായവരൊക്കെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ അച്ഛൻ തന്നെയാണെന്നാണ് തോന്നുക. അപ്പോൾ ആ അച്ഛൻ്റെ പാദത്തിൽ നമസ്കരിച്ച് അച്ഛൻ്റെ കാൽക്കൽ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഭാഗവതം കേൾക്കാറുണ്ട്. സഹസ്രനാമൊക്കെ വായിക്കുമ്പോൾ അച്ഛൻ അവിടെ വന്ന് ഇരിക്കും. അപ്പോൾ എപ്പോഴും അച്ഛൻ്റെ കൂടെ അങ്ങനെ ഇരിക്കുക ചെയ്യുക. അപ്പോൾ അച്ഛൻ എപ്പോഴും ആ കൈ ശിരസിൽ വെച്ച് നന്നായി വരും കേട്ടോ എന്ന് അനുഗ്രഹിക്കും. അത് ശരിക്കും ഒന്ന് തൊട്ടാൽ മതി എന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ ഭഗവാൻ. അതാ അനുഗ്രഹം അതൊക്കെ തന്നെയാണ് ഇവിടെ വരെ എത്തിയിട്ടുള്ളതെന്ന് ഉറപ്പാണ്. ആ അച്ഛൻ്റെ സാന്നിധ്യം ഇവിടെ ശരിക്കും എനിക്ക് അനുഭവമായി. തിരുമേനി ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് അത്ഭുതമായിട്ട് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ്. ശരിക്കും ആ അച്ഛൻ ഇവിടെ വന്ന് അന്നത്തെ പോലെ ഇന്നും അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഉറപ്പായി. എല്ലാം ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഇതൊക്കെ ഭഗവാന്റെ മാത്രം കാരുണ്യം, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. രാധേശ്യാം രാധേശ്യാം.